സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എടുക്കുന്നത് 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ടാംകൃതി സമവാക്യങ്ങൾ. എന്താണ് രണ്ടാംകൃതി സമവാക്യം അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ? അത് ആദ്യം നമ്മൾ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സമവാക്യം. ഒറ്റ വാക്ക് പറഞ്ഞാൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഉള്ളത്, സമവാക്യം എന്ന് പറഞ്ഞാൽ സമം ഉള്ളത്. വെറുതെ സമം ഉണ്ടായാൽ പോരാ, സമത്തിന്റെ അപ്പുറവും ലെഫ്റ്റും റൈറ്റും സൈഡുകളിലെ ഇടതുപക്ഷത്തും വലതുവശത്തും എന്ത് വേണം? സം കണ്ടന്റുകൾ വേണം. നമ്പറോ ലെറ്റേഴ്സ്, എന്തെങ്കിലും അൺനോൺ വേരിയബിൾസ് എന്നൊക്കെയാണ് പറയാം. എക്സോ വൈയോ നമ്പറുകളൊക്കെ സമത്തിന് അപ്പുറവും ഇപ്പുറം ഉണ്ടെങ്കിൽ അത് സമവാക്യമായി. സമവാക്യങ്ങൾ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ആ ലെറ്റേഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആ പറഞ്ഞ ഇക്വേഷൻ അനുസരിച്ച്, കണ്ടീഷൻ അനുസരിച്ച് ആ ലെറ്ററിന് എന്ത് വില വരും അത് കണ്ടുപിടിക്കുക. അത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ 8th സ്റ്റാൻഡേർഡ് പഠിച്ച ഒരു സംഭവത്തെ എടുക്കാം നമുക്ക്. 5x + 4 = 34. ചിലപ്പോൾ നിങ്ങൾ അപ്ലിക്കേഷൻ ആയിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കുക. 5x-ഉം 4-ഉം കൂട്ടിയാൽ 34 കിട്ടുമെങ്കിൽ x എത്ര? അതാണ് ചോദ്യം. ഞാൻ പറഞ്ഞു അത് പ്രായോഗിക തലത്തിലായിരിക്കും. ചിലപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരിക്കുക. 5 ബുക്ക് വാങ്ങി 4 രൂപയ്ക്ക് മിഠായി വാങ്ങി, അപ്പോൾ 34 രൂപയായി എങ്കിൽ ഒരു ബുക്കിന് എത്ര? എക്സ്. ഒരു ബുക്കിന് എത്ര? വാട്ട് ഈസ് ദി കോസ്റ്റ് ഓഫ് എ ബുക്ക്? അങ്ങനെ ആയിരിക്കും ചോദ്യം വന്നിട്ടുണ്ടാവുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇത് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും അല്ലേ? 4 രൂപയ്ക്ക് മിഠായി വാങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ 30 രൂപയാവുള്ളൂ. അപ്പം 5 ബുക്കിന് 30 ആണെങ്കിൽ ഒരു ബുക്കിന് 6. അത് തന്നെയാണ് സോൾവ് ചെയ്യുന്നിടത്ത് നമ്മൾ സംഭവിക്കുന്നത്. ഇവിടെ എക്സ് ഉള്ള ടേം പദം 5x-നെ ഇവിടെ നിർത്തുക, ബാക്കിയുള്ളവർക്ക് അപ്പുറത്ത് കൊണ്ടുപോവുക. 34 ഓൾറെഡി അവിടെ ഉള്ളതാണ്. a + 4 = അപ്പുറത്തെത്തിയാൽ -4 ആവും. 5x = 30 എന്നായി. x = 30 അവിടെ ഉണ്ട്, 30 അവിടെ ഉണ്ട്. ഇവിടെ 5 ഇൻറ്റു ആണല്ലോ, അത് /5 ആവും. അങ്ങനെ അത് 6 ആവും. അപ്പോൾ ഒരു ബുക്കിൻ്റെ വില 6 എന്ന് കിട്ടും. ഇത് 8ാം ക്ലാസ്സിൽ പഠിച്ച ചെറിയൊരു സംഭവമാണ്, ഒരു സിമ്പിൾ കാര്യമാണ്. അപ്പോൾ ഇനി ഇതിനെ ഇവിടെ നോക്കുക നിങ്ങൾ. ഈ ഒരു ഇക്വേഷൻ, ഇതിനെ നമുക്ക് ഒന്നാംകൃതി സമവാക്യം എന്ന് പറയാം. ഈ ഒരു സമവാക്യത്തെ ഒന്നാംകൃതി സമവാക്യം എന്ന് പറയാം. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. എന്താ കാര്യം? വേരിയബിള്, കണ്ടുപിടിക്കേണ്ട ലെറ്റർ, അതിൻ്റെ പവർ 1 ആണ്. അതിൻ്റെ കൃതി 1 ആണ്. x⁻1 ഉള്ളൂ. കണ്ടുപിടിക്കേണ്ട ലെറ്ററുകളുടെ കൃതിയുടെ മാക്സിമം കൃതി എത്രയാണോ 1 ആണ്. ഇവിടെ ആകെ 1 ഉള്ളൂ, അതിന്റെ കൃതി 1 ആണ്. അപ്പൊ അതിന് ഒന്നാംകൃതി സമവാക്യം എന്ന് പറയും. ഒന്നാംകൃതി സമവാക്യത്തിന്റെ വേറൊരു രൂപമാണ് നിങ്ങൾ 9ാം ക്ലാസ് പഠിച്ചത്. അതും കൂടെ ഒന്ന് പറയാം. നയൻത്തിൽ നിങ്ങൾ പഠിച്ചു 3x + 2y = 40. 2x + 2y = 30 എങ്കിൽ എക്സും വൈയും കണ്ടുപിടിക്കുക. അപ്പൊ 2 വേരിയബിൾസ് ഉണ്ട്. ഇതിനെ നമ്മൾ പറയാല്ലേ 2 വേരിയബിൾ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്നാണ്. 2 വേരിയബിൾ ലീനിയർ ഇക്വേഷൻ എന്നൊക്കെ പറയും. മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ചരങ്ങളുള്ള ഒന്നാംകൃതി സമവാക്യം. 9ാം ക്ലാസ് പഠിച്ചപ്പോൾ നമുക്ക് സത്യത്തിൽ ആ പേരൊന്നും ചിലപ്പോൾ ഇവിടെ പഠിച്ചിട്ടുണ്ടാവില്ല. അവിടെ ഈ 9ാം ക്ലാസ്സിലെ ചാപ്റ്ററിന്റെ പേര്, പാഠത്തിന്റെ പേര് സമവാക്യ ജോഡികളായിരുന്നു. പെയർ ഓഫ് ഇക്വേഷൻസ് എന്നായിരിക്കും. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പാഠത്തിന്റെ പേര് എന്തായാലും ശരി. ഇത് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പരിഹരിക്കുക. നേരത്തെ നമ്മൾ 8ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ചെയ്തതും സോൾവ് ചെയ്തതാണ്. പരിഹരിക്കുകയാണ്. പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻസിലെ വേരിയബിൾസ്, ലെറ്ററുകളുടെ മേലെ കണ്ടുപിടിക്കുക. അറിയാത്തതുകൊണ്ടാണ് അവിടെ ലെറ്റർ ഇങ്ങനെ കൊടുത്തത്, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതെങ്ങനെ കണ്ടുപിടിച്ചിരുന്നത്? ഒന്നുകിൽ കൂട്ടിയിട്ടോ കുറച്ചിട്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടോ സബ്സ്ട്രാക്ട് ചെയ്തിട്ടോ. അതായത് സബ്ട്രാക്ഷൻ മെത്തേഡ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉണ്ട്. ഇതിനകത്തുനിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കുക. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ കൂട്ടാനായിരിക്കും. ഇവിടെ ഇപ്പോൾ കുറക്കാനാണ്. 2y ഉള്ളതുകൊണ്ട് കുറക്കുക. ഞാനിവിടെ ഇത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട്. പല ചാപ്റ്ററിലും ഇതൊക്കെ ആവശ്യമുള്ളതാണ്. നമുക്കിതൊന്ന് കുറച്ച് നോക്കാം. അത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. കുറച്ച് നോക്കാം. 3x 2x കുറക്കുക. കുറക്കുമ്പോൾ ഒരേപോലെ ഉള്ളത് കുറക്കുള്ളൂ, ഒരേ കണ്ടന്റുകളെ കുറക്കുള്ളൂ. 3 ബുക്കിൽ നിന്ന് 2 ബുക്ക് കുറച്ചു, 1 ബുക്ക്. 2 പേനയിൽ നിന്ന് 2 പേനയും കുറച്ചു, 0. 40 30 കുറച്ചു, 10. അപ്പോൾ x 10 ആണെന്ന് വേഗം മനസ്സിലായി.
എക്സ് 10 കിട്ടിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ y കിട്ടും. എവിടെ കൊടുത്താലും ഒരേ ആൻസർ ആയിരിക്കും. ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കാം. 3 × x എന്താ 10 കിട്ടിയിട്ടുണ്ട്, പ്ലസ് 2y സമം 40 30 പ്ലസ് 2y 40 ആണെങ്കിൽ 2y എന്ത് കിട്ടും? 40 മൈനസ് 30 ആവും, നേരത്തെ പറഞ്ഞ പോലെ. അതായത് 2y 10, 2y ആണ് 10 അല്ലേ? അപ്പോൾ y എത്ര ആയിരിക്കും? 10/2 5. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂം കിട്ടി, എക്സും കിട്ടി വൈയും കിട്ടി. എക്സ് 10 y 5. ഇത് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ 8ാം ക്ലാസ്സിൽ ഒന്നാംകൃതി സമവാക്യം പരിഹരിക്കാൻ സോൾവ് ചെയ്യാൻ പഠിച്ചു. അതായത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. അതിൽ തന്നെ ഒരു വേരിയബിൾ ഉള്ളത്, എക്സ് കണ്ടന്റ് മാത്രമുള്ളത്. എക്സിന് 2-3 സ്ഥലത്തൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, അവിടെ കുറേ പഠിച്ചിട്ടുണ്ട്. നമ്മൾ വീണ്ടും യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സംഭവമാണ്. 9ാം ക്ലാസ്സിൽ എക്സും വൈയും ഉള്ളത്, അല്ലെങ്കിൽ പിയും ക്യൂ ഉള്ള 2 ഇക്വേഷൻസ് തന്നാൽ, 2 സമവാക്യങ്ങൾ തന്നാൽ രണ്ടും കൂടെ പരിഹരിക്കാൻ പഠിച്ചു. നമ്മൾ 10ാം ക്ലാസ്സിലും ആ കണ്ടന്റുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ജിയോമെട്രി ആൻഡ് അൽജിബ്ര, ജ്യാമിതിയും ബീജഗണിതത്തിലൊക്കെ 2 വരയുടെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 2 വരകൾ കൂട്ടിമുട്ടുന്ന ബിന്ദു കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, പല സ്ഥലത്തുമുണ്ട്. ഇവിടെ നമ്മൾ 10ാം ക്ലാസ്സിൽ രണ്ടാംകൃതി സമവാക്യങ്ങളാണെന്ന് പറഞ്ഞു. ആദ്യം രണ്ടാംകൃതി സമവാക്യങ്ങളുടെ രൂപം എങ്ങനെയൊക്കെ ഉണ്ടാവും നോക്കാം. നമുക്ക് ഒരു ഇക്വേഷൻ എഴുതാണ്. എക്സാമ്പിൾ x² - 5x = 23. രണ്ടാംകൃതി സമവാക്യമാണ്, കാരണം x² ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്, അപ്പുറം ഇപ്പുറം ആൾക്കാരൊക്കെ ഉണ്ട്, അത്രയും മതി. എക്സ് ഉള്ളൊരു ടേം ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ കോൺസ്റ്റന്റ് ഉണ്ടാവും, ചിലപ്പോൾ അത് 0 ആയിരിക്കും. എന്തായാലും രണ്ടാംകൃതി സമവാക്യമാണ്. വേറെ ഒന്ന് 2x² = 24, രണ്ടാംകൃതി സമവാക്യമാണ്. 5t² + 2t - 8 = 0, രണ്ടാംകൃതി സമവാക്യമാണ്. ഈക്വൽ ടു 0 ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ -8 അപ്പുറത്തോ 8 ആയല്ലോ. എന്തായാലും നമ്പർ ഉണ്ട്, ടിയുടെ ടേം ഉണ്ട്, t² ടേം ഉണ്ട്. t² ടേം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാംകൃതി സമവാക്യം എന്നതുകൊണ്ട് ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, രണ്ടാംകൃതി സമവാക്യത്തിൽ x² ടേം ഉണ്ടാവും. ടി എന്ന് പറഞ്ഞാൽ ടിയോ എക്സോ എന്തെങ്കിലും വേരിയബിൾസ്, എന്തെങ്കിലും ലെറ്റേഴ്സ്, അത്രേ ഉള്ളൂ. സാധാരണ നമ്മൾ എടുക്കൽ എക്സ് ആണ്. x² ടേം ഉണ്ടാവും. എത്ര x² ഉണ്ടാവും? ചിലപ്പോൾ 1 x² ആയിരിക്കും, ചിലപ്പോൾ 2 ആയിരിക്കും, ചിലപ്പോൾ 5 ആയിരിക്കും. അപ്പോൾ നമുക്ക് a എന്ന് പറയാം, ax². ഇനിയോ ഈ എക്സ് ഉള്ളൊരു ടേം ഉണ്ടാവും. ചിലപ്പോൾ -5x ആയിരിക്കും, ചിലപ്പോൾ 2x, ലെറ്റയുള്ളത് 2x ആയിരിക്കാം, എത്രയാവും? അപ്പോൾ bx എന്ന് പറയാം. പിന്നെ ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. കോൺസ്റ്റന്റ് ഇവിടെ -23 ആണ്. 23 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ -23 ആണ്, -24 ആണ്, -8 ആണ്. ചിലപ്പോൾ ഉണ്ടാവില്ല, 0 ആയിരിക്കും. എന്തായാലും നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം, 0 എങ്കിലും ആയ നമ്പർ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ എങ്ങോട്ട് കൊണ്ടുവന്ന് ബാക്കി അപ്പുറത്ത് ഒന്നുമില്ല എന്ന് വിചാരിക്കാം, 0 അല്ലേ? ഇതിന് രണ്ടാംകൃതി സമവാക്യത്തിന്റെ ഒരു സാമാന്യ രൂപം, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയാം. ഈ കേസിൽ ഇപ്പോൾ a എത്രയാണ്? 1, b എത്ര? -5, c എത്ര? ഇറങ്ങിട്ട് കൊണ്ടുവന്നാൽ -23. ഈ കേസിൽ a എത്രയാണ്? 2, b എത്ര? b ഇല്ല, എക്സ് ഉള്ള ടേം ഇല്ലല്ലോ, b ഇല്ല, b 0. c എന്താ? -24. ഇവിടെ a എന്താ? 5, b എന്താ? 2, c എന്താ? -8. ഔട്ട് ഉണ്ടാവില്ലല്ലോ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഒരു സാമാന്യ രൂപമാണ്. ഇനി ചോദ്യം എന്താണ്? ഇതിൽ നിന്ന് എങ്ങനെ നിങ്ങൾ എക്സ് കണ്ടുപിടിക്കും? ഇവിടെ കണ്ടില്ല നിങ്ങൾ, ഇത് x² -5x 23 ഒക്കെയാണ്. നമ്മൾ സാധാരണ ഒക്കെ പഠിച്ച പോലെ ചെയ്താൽ ബുദ്ധിമുട്ടാണ്. 8ലും 9ത്തിലൊക്കെ പഠിച്ച പോലെ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടില്ല. x² അവിടെ നിർത്തിയിട്ട് 5x അപ്പുറത്ത് കൊണ്ടായി 23 ഉണ്ട്. x = √5x + 23 എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അല്ലെ? നമ്പറായിട്ട് കിട്ടിയിട്ടില്ല. എക്സ് ഉള്ള പിന്നെയും x = x ഉള്ളൊരു സാധനം തന്നെ കിട്ടിയിട്ട് എന്ത് കാര്യം? അപ്പം നമുക്ക് ഇത് സോൾവ് ചെയ്യൽ എങ്ങനെയാണ്? അതിന് പല മെത്തേഡുകളുണ്ട്. 2 എണ്ണമാണ് നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സ്ക്വയർ കംപ്ലീറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വർഗത്തികവ് എന്ന് മലയാളത്തിൽ പറയും. വർഗത്തികവ്, വർഗം തികച്ചുകൊണ്ടുള്ള മെത്തേഡ്. പിന്നെ ഉള്ളത് യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല. ഇതിനെ നമ്മൾ റെഡിമെയ്ഡ് ആക്കി, ഈ വർഗത്തികവന്നെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ആക്കി, റെഡിമെയ്ഡ് ആക്കി, ഒരു ഇക്വേഷൻ ആക്കി വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ആക്കി വെച്ച് അത് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. രണ്ടും സംഭവം ഒന്ന് തന്നെയാണ്, ആക്ച്വലി ഒന്നാണ്. വർഗത്തികവ് ആകുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പും കൂടെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രം. ചില ക്വസ്റ്റ്യനൊക്കെ ചെയ്യാം വർഗത്തികവ്, അതായത് സ്ക്വയർ കംപ്ലീറ്റിങ് വളരെ എളുപ്പമാണ്.
അത് എവിടെയാണ് നമുക്ക് സ്ക്വയർ കംപ്ലീറ്റിംഗ് എളുപ്പം, എവിടെയാണ് നമുക്ക് മറ്റേത് എളുപ്പം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യാൻ തുടങ്ങാം. എന്താ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിഹരിക്കുക. പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്ന് എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കുക. ഉദാഹരണം, ഒരു നമ്പറിന്റെ സ്ക്വയറിൽ നിന്ന് ആ നമ്പറിന്റെ 5 ഇരട്ടി കുറച്ചപ്പോൾ 23 കിട്ടിയെങ്കിൽ ആ നമ്പർ ഏതായിരിക്കും? നമ്പർ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായില്ല എന്ന് വരും, സൊല്യൂഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു പാക്കഡ് ആയ നല്ലൊരു നാച്ചുറൽ ആയ നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ -5ഓ 2ഓ 3ഓ 0ഓ എന്തെങ്കിലും ആയ നമ്പർ. ചിലപ്പോൾ ഫ്രാക്ഷൻ ആയിരിക്കും, ഭിന്നസംഖ്യ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പോയിന്റ് സംഖ്യ ആയിരിക്കും, 2.3ഓ 4.7ഓ. അതൊക്കെ റയർ കേസിലാണ്. നമുക്ക് പിന്നെ കുറേ കൂടെയൊക്കെ നല്ല നമ്പറുകളെ നമുക്ക് ആൻസർ ആയിട്ട് വരില്ലേ. ചിലപ്പോൾ ഫ്രാക്ഷനൊക്കെ വന്നു വരും, ചിലപ്പോൾ റൂട്ടുള്ള നമ്പറൊക്കെ വന്നു വരും. എന്തായാലും അങ്ങനെയുള്ള നമ്പറുകൾ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. ആ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് സോൾവ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു കാര്യം, ഒരു 25 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എല്ലാ നമ്പേഴ്സിൻ്റെയും സ്ക്വയർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ ഒക്കെ അറിയണം. 25 വരെയെങ്കിലും അറിയണം. പിന്നെ ചില ട്രിക്കുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഏത് വലിയ നമ്പറിൻ്റെയും റൂട്ട് കണ്ടുപിടിക്കാനും അറിയണം. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഒന്ന് പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ 8th പഠിച്ച a+b ഹോൾ സ്ക്വയർ. എന്താ a+b ഹോൾ സ്ക്വയർ? ആക്ച്വലി a+b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a+b ഇൻറ്റു a+b എന്ന് ചെയ്താൽ മതി അല്ലേ. a+b ഇൻറ്റു a+b, a ഇൻറ്റു a സ്ക്വയർ, a ഇൻറ്റു b ab അല്ലെ. എങ്ങനെ ചെയ്യും? b ഇൻറ്റു a, അത് ab തന്നെയാണ്. b ഇൻറ്റു b സ്ക്വയർ. അപ്പം എന്തായി? a സ്ക്വയർ പ്ലസ് 2 ab പ്ലസ് b സ്ക്വയർ. അല്ലാതെ ഇത് വേറെ വലിയൊരു സംഭവമൊന്നുമല്ല. ഇനി a+b ഹോൾ സ്ക്വയർ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. a-b ഹോൾ സ്ക്വയർ ആവുമ്പോൾ എന്ത് കിട്ടും? a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ ആണ്. എങ്ങനെ പ്ലസ് വന്നു ചോദിച്ചാൽ -b ഇൻറ്റു -b എന്നുള്ളത് പ്ലസ് b സ്ക്വയർ ആവും. അങ്ങനെയാണല്ലോ. എന്തായാലും ഈ 2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ചില എക്സും നമ്പറും മാത്രമുള്ള ഒന്ന് എടുത്ത് നോക്കാം. x+5 ഹോൾ സ്ക്വയർ എന്ത് വരും? ഇതുപോലെ പറഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് എയുടെ സ്ഥാനത്ത് എക്സ് ആണ്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. പ്ലസ് 2ab 2 ഇൻറ്റു a ഇൻറ്റു b 2 ഇൻറ്റു എക്സ് ഇൻറ്റു 5 2 ഇൻറ്റു എക്സ് ഇൻറ്റു 5 2 ഇൻറ്റു 5 ഇൻറ്റു എക്സ്, അതായത് 10x ആവും. പ്ലസ് b സ്ക്വയർ 5 സ്ക്വയർ 25. സിമ്പിൾ ആണല്ലോ. അപ്പം ഇങ്ങനെ പറയാം നമുക്ക്. എക്സ് ഇയാളുടെ സ്ക്വയർ ഇവിടെ വരും, ഈ 5ന്റെ ഡബിള് വരും, എന്നിട്ട് എക്സും വരും, പിന്നെ 5ന്റെ സ്ക്വയറും വരും. ഇതുപോലെ മൈനസ് ആണെങ്കിലോ സിമ്പിളായിട്ട് പറയാം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 49 വരും അല്ലേ. 7ന്റെ ഡബിള് വരും, 7ന്റെ സ്ക്വയർ വരും. മൈനസ് ആണ്, ഈ സെക്കൻഡ് ടേം മാത്രം മൈനസ് ആവും. ഓക്കെ, സിമ്പിൾ ആണല്ലോ. ഇനി നമുക്ക് തിരിച്ചൊന്ന് പറഞ്ഞു നോക്കാം. എങ്ങനെ? എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 എന്ത് വരും? എക്സ് സ്ക്വയർ വന്നാൽ നമുക്ക് എക്സ് എന്നല്ല. സെക്കൻഡ് ടേം ഈ എക്സ് ഉള്ള ടേം നെഗറ്റീവ് ആണ്, ഈ നെഗറ്റീവ് ഉറപ്പാണ്. ഇനി ഒരു നമ്പർ ഉണ്ട്, ഈ നമ്പറിന്റെ പകുതിയാണ്. 6ന്റെ പകുതി 3 ആണ്. 3യുടെ സ്ക്വയർ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ റെഡി ആണെങ്കിൽ, അതായത് 6ന്റെ പകുതിയായ ഹാഫായ 3 ഉണ്ട്, 3യുടെ സ്ക്വയർ ഇവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ -3 ഇട്ടിട്ട് ഹോൾ സ്ക്വയർ എന്നിടാം. അതായത് ഇത് തന്നെയാണ് ഇത്. ഓക്കെ, ഇങ്ങനെ എഴുതി വെക്കുന്നതിന് നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയും. ഇതിപ്പോൾ ഒരു കണ്ടന്റ് ഹോൾ സ്ക്വയർ ആക്കാൻ പറ്റി. ഓക്കെ, ഇനി അതിൽ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് 12x പ്ലസ് 36 വന്നാൽ എന്ത് വരും? എക്സ് പ്ലസ് ആകുമ്പോൾ പ്ലസ് 12ന്റെ പകുതി 6, 6ന്റെ സ്ക്വയർ റെഡിയാണ്. അപ്പം ഇങ്ങനെ എഴുതാം, ഹോൾ സ്ക്വയർ അല്ലേ. ചിലപ്പോൾ അത് ശരിയായിട്ടുണ്ടാവില്ല. എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 40 40 എന്നുണ്ടാവും. 10ന്റെ പകുതി എത്ര? 5. 5ന്റെ സ്ക്വയർ ആണോ ഇവിടെ ഉള്ളത്? അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി എക്സ്ട്രാ ആയിട്ട് എഴുതി കൊടുക്കുക. അതായത് ഇതിന് ഞാൻ എഴുതുന്നു എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 25 ആണല്ലോ വേണ്ടത്. അപ്പോൾ 25 പ്ലസ്
15, അതാണല്ലോ 40. അപ്പോൾ ഇത്രയും നമുക്ക് സ്ക്വയർ ആക്കാം. സീക്വൽ ടു എക്സ് മൈനസ് 5 ഹോൾ സ്ക്വയർ ആവും അല്ലേ, പ്ലസ് പിന്നെ ഒരു 15 ഉണ്ട്. ഇങ്ങനെയെങ്കിലും എഴുതി വെക്കാലോ, ഇങ്ങനെ എഴുതി വെക്കാൻ പഠിച്ച സ്ക്വയർ കംപ്ലീറ്റിംഗ് പഠിച്ചു. ഓക്കെ, സ്ക്വയർ കംപ്ലീറ്റിംഗ് അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പം നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പം നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, രണ്ടാംകൃതി സമവാക്യങ്ങളെ സ്ക്വയർ കംപ്ലീഷനിലൂടെ സോൾവ് ചെയ്യാൻ പോവാണ്. എന്ന് പറഞ്ഞാൽ വർഗത്തികവിലൂടെ എന്ന് മലയാളത്തിൽ പറയും. പേര് നമ്മൾ എന്തിലൂടെ എന്നുള്ളത് പഠിച്ചു വെച്ചില്ലെങ്കിലും സോൾവ് ചെയ്യാൻ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ക്യൂ എന്ന് എഴുതുന്നുണ്ട്. ക്യൂ എന്ന് എഴുതിയ ഞാൻ ക്വസ്റ്റ്യൻ എന്നാണെന്ന് പറഞ്ഞിരുന്നു. ക്യൂ സോൾവ് എന്ന് പറഞ്ഞാൽ പരിഹരിക്കുകയാണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 9 പരിഹരിക്കണം. രണ്ടാംകൃതി സമവാക്യമാണല്ലോ അല്ലേ. അപ്പം ഇതിലൊന്നും സ്ക്വയർ കംപ്ലീറ്റിംഗ് ചെയ്യാനായിട്ടില്ല, സിമ്പിളാണ്. എക്സ് സ്ക്വയർ 9 ആണെങ്കിൽ എക്സ് എന്തായിരിക്കും, √9. അങ്ങനെയാണല്ലോ നിയമം അല്ലേ. ഒരു നമ്പറിന്റെ സ്ക്വയർ 9 ആണെങ്കിൽ ആ നമ്പർ √9 അല്ലേ. എത്രയാണത്? ഇതുവരെ നമ്മൾ പഠിച്ചത് 3 മാത്രമായിരുന്നു. പക്ഷെ ഇനി മുതൽ -3 ഉണ്ട് കേട്ടോ. √9 എന്ന് പറഞ്ഞാൽ +or-3 ആണ്. +or-3 എന്ന് പറഞ്ഞാൽ +3 പറ്റും -3 പറ്റും. എന്തുകൊണ്ടാണ്? 3ന്റെ സ്ക്വയർ എന്താണ് മോനെ? 9. അതുകൊണ്ടാണല്ലോ √9 നമ്മൾ 3 എന്ന് പറഞ്ഞത്. ഇനി -3ന്റെ സ്ക്വയർ എന്താണെന്ന് എടുത്തു നോക്ക്. -3 × -3 മൈനസും കട്ടായി 9 ആവില്ലേ. അപ്പൊ നമുക്ക് √9 -3 എന്നും പറയാലോ. അപ്പൊ ഇനി മുതൽ നമുക്ക് √25 എന്ന് കണ്ടാൽ +or-5 ആണ്. പ്രായോഗിക പ്രശ്നങ്ങളിൽ മൈനസ് എടുക്കുന്നതിൽ ലോജിക്ക് ഇല്ലെങ്കിൽ എടുക്കൂല, അല്ലെങ്കിലൊക്കെ നമ്മൾ +or-5 കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ 9 ആണെങ്കിൽ എക്സ് 3ഉം -3ഉം ആണ്. +or-3 എന്ന് എഴുതി നിർത്തിയാലും മതി. കൃത്യമായിട്ട് അതിന് അർത്ഥം എന്താണ്? 3ഉം പറ്റും -3ഉം പറ്റും, +3ഉം പറ്റും -3ഉം പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, x-2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 121. എക്സ് കണ്ടുപിടിക്കുക. ആദ്യം നമ്മളിതിന്റെ പ്രായോഗിക പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല അല്ലേ. നമ്മൾ റെക്റ്റാങ്കിൾ സ്ക്വയർ ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് വരാനുണ്ട്, അതൊന്നും പറയുന്നില്ല. ആദ്യം ഇത് സോൾവ് ചെയ്യാൻ പഠിക്കുകയാണ്. അപ്പൊ x-2 ഹോൾ സ്ക്വയർ 121 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. നമുക്കതിന് പ്രശ്നമൊന്നുമില്ല. x-2 ഹോൾ സ്ക്വയർ 121 ആണെങ്കിൽ x-2 എന്തായിരിക്കും? ഇവിടെ ഹോൾ സ്ക്വയർ ആണ്, അപ്പൊ അപ്പുറത്ത് റൂട്ട് വന്നു അല്ലേ. സംതിങ് സ്ക്വയർ 121 ആണെങ്കിൽ ആ സംതിങ് റൂട്ട് 121 ആണ്. അപ്പൊ x-2 എന്താണ്? +or-11. ഇനി സെപ്പറേറ്റ് എടുക്കണം. എക്സ് കിട്ടിയിട്ടില്ല, x-2 ആയിട്ടുള്ളൂ. x-2 എയ്തർ ഈ 11 +11 അല്ലെങ്കിൽ x-2 -11. അപ്പൊ എക്സ് എന്താവും? 11 +2 ആവും. -2 അപ്പുറത്ത് ചേർക്കും. അപ്പൊ എക്സ് എന്തായി? 13. നോക്ക്, ഇവിടെ x 13 എടുത്തത് ശരിയാവും. അതിനാണ് സൊല്യൂഷൻ എന്ന് പറയാ, പരിഹാരം എന്ന് പറയാ. 13 -2 11ന്റെ സ്ക്വയർ 121 ശരിയാണ്. ഇനി ഇവിടെ ചെയ്താൽ x = -11 +2, x = -9. -9 കൊടുത്ത് നോക്കുക. -9 -2 -11 ആയല്ലോ. -11ന്റെ സ്ക്വയർ 121 ശരിയാണ്. അപ്പൊ ഇതിന്റെ പരിഹാരങ്ങൾ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്? 13ഉം -9ഉം. അപ്പോൾ ഈ കാര്യം കൂടെ നമ്മൾ മനസ്സിലുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ഇപ്പോൾ വെറൈറ്റി ആയിട്ട് വരികയാണ്. നോക്കുക, x² -10x + 25 = 144. രണ്ടാംകൃതി സമവാക്യമാണല്ലോ, x² ഉണ്ടല്ലോ അല്ലേ. ഫൈൻഡ് എക്സ്, എക്സിന്റെ വില കാണുക, അതായത് ഈ ഇക്വേഷൻ സമവാക്യം പരിഹരിക്കുക. അപ്പൊ എങ്ങനെ ഇത് ചെയ്യാം നമുക്ക് നോക്കാം. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ഇതിനെന്ത് ചെയ്യാം? ഇതിനെ x-10ന്റെ പകുതി 5, അതിന്റെ സ്ക്വയർ റെഡി ആണല്ലോ. അപ്പൊ x-5 ഹോൾ സ്ക്വയർ അല്ലേ ഇയാള്, ശരിയാണല്ലോ. = 144. അപ്പൊ നോക്ക്, നേരത്തെ ക്വസ്റ്റ്യനായി, സിമ്പിളായി. x-5 എന്തായി? √144. √144 എന്ന് പറഞ്ഞാൽ +or-12. ഇനി ഓരോന്നെടുക്കുക. x-5 12 ആയിരിക്കാം, ആണ്. x-5 -12 x-5 12 ആണെങ്കിൽ -5 അപ്പുറത്തുമ്പോൾ +5 ആവുമല്ലോ, 17. x = -12 + 5 എന്താവും? -7.
രണ്ട് വാല്യുണ്ട്. എക്സ് 17 ആവാൻ പറ്റും, എക്സ് -7 ആവാൻ പറ്റും. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുത്തിട്ട് 17 17 കൊടുത്തു നോക്ക്, എന്നിട്ട് ഇങ്ങനെ കൊടുത്തു നോക്ക്, ഈ സൈഡും ഈക്വൽ ആവും. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ്റെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സ്ക്വയർ കംപ്ലീഷൻ്റെ മുഴുവൻ വരുന്നതിലേക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. x² പ്ലസ് 8x പ്ലസ് 12 = 0 പരിഹരിക്കുക. x² പ്ലസ് 8x പ്ലസ് 12 0 ആണെങ്കിൽ x എത്ര? അല്ലെങ്കിൽ സോൾവ് ദിസ് ഇക്വേഷൻ എങ്ങനെ ചെയ്യാൻ നോക്കണ്ടോ? x² 8x, 8ന്റെ പകുതി എത്രയാണ്? 4. 4ന്റെ സ്ക്വയർ 16 ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഇനി ഇവിടെ ചെയ്യേണ്ടത് റിസ്ക് ഇല്ലാതെ ചെയ്യാൻ നല്ലത് x² പ്ലസ് 8x പ്ലസ് 12 0. നിങ്ങൾക്ക് x² 8x ആണെങ്കിൽ 8ന്റെ പകുതി 4ന്റെ സ്ക്വയർ 16 ആണ് ഇവിടെ വേണ്ടത് അല്ലേ? 16 ആവണമെങ്കിൽ ഇവിടെ 12ക്ക് എത്ര കൂട്ടണം? ഒരു 4 ആഡ് ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ എക്സ്ട്രാ അവിടെ 4 ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 4 ആഡ് ചെയ്താൽ അപ്പുറത്തും 4 ആഡ് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ പ്രശ്നം സോൾവ് ആയി. നമ്മൾ വെറുതെ ഒരു 4 ആഡ് ചെയ്തെന്ന് വിചാരിക്കണ്ട, അത് അപ്പുറത്തും ആഡ് ചെയ്തു ബാലൻസ് ആക്കിയിട്ടുണ്ട് അല്ലെ? ഏത് ഇക്വേഷൻ നിങ്ങൾ എടുത്തു നോക്കിയാലും അത് മനസ്സിലാവും. 5x പ്ലസ് 2 17 ആണെങ്കിൽ x എത്ര വരും? 5x = 15, x = 3 അല്ലേ? ഇനി ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു 4 ഇവിടെ ആഡ് ചെയ്യാണ്, ഇപ്പുറത്ത് 4 ആഡ് ചെയ്തു. അപ്പൊ എന്താവും? 5x പ്ലസ് 6 = 21 അല്ലേ? അപ്പൊ 5x എന്തായി നോക്കുക? 21 - 6 ആവും. 15 വരും. x എത്രയായി? 3 ആയി. ഇവിടെ ഒരു 4 ആഡ് ചെയ്ത് ഇവിടെ 4 ആഡ് ചെയ്തുകൊണ്ട് പ്രശ്നമില്ല. 4 എന്നല്ല, ഏത് സംഖ്യയും നമുക്ക് ഇക്വേഷൻ അപ്പുറവും ഇപ്പുറവും ആഡ് ചെയ്താൽ ആ ഇക്വേഷൻ ഒരു കോട്ടം വരില്ല. ആ ഇക്വേഷൻ ശരി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെയുള്ളത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരു നമ്പർ ഇവിടെ കൂട്ടിയാൽ അവിടെയും കൂട്ടിയാൽ ശരിയായി. അപ്പൊ ഇതെന്തായി? x² പ്ലസ് 8x പ്ലസ് 16 4 എന്നായി. ഇതെന്താണ്? 8ന്റെ പകുതി 4ന്റെ സ്ക്വയർ റെഡി ആയതുകൊണ്ട് x പ്ലസ് 4 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഈ 4 അല്ല കേട്ടോ, ഇവിടെ 8ന്റെ പകുതി 4ന്റെ സ്ക്വയറും 16 ഒക്കെ റെഡി ആയതുകൊണ്ട് എഴുതിയതാണ്. = 4. അപ്പൊ x പ്ലസ് 4 എന്താവും? √4 എന്ന് പറഞ്ഞാൽ x പ്ലസ് 4 എന്താണ്? പ്ലസ് ഓർ മൈനസ് 2. അപ്പൊ അത് 2 സെപ്പറേറ്റ് എഴുതാതെ നമുക്ക് x പ്ലസ് 4 ചിലപ്പോൾ 2 ആയിരിക്കും, x പ്ലസ് 4 -2 ആയിരിക്കാം, അല്ലെങ്കിൽ ആണ്, രണ്ടും ശരിയാണ്. അപ്പൊ x = എന്താവും? 2 ന്ന് 4 കുറച്ചാൽ -2. x = -2 ന്ന് 4 കുറച്ചാൽ -6. അപ്പൊ 2 വിലകളുണ്ട്. ഞാൻ പറഞ്ഞു നെഗറ്റീവോ പോസിറ്റീവോ ഫ്രാക്ഷൻ എന്തോ ആവാം. യെസ്, ഇത് ശരിയാവുന്ന തരത്തിൽ 2 പേരുണ്ട്, -2 -6 വേണമെങ്കിൽ കൊടുത്തു നോക്കുക. -2ന്റെ സ്ക്വയർ 4, 8 - 2 -16 പ്ലസ് 12 നോക്കുക. 4 12 16 -16 0. ശരിയാണ് അല്ലേ? അപ്പുറത്തുള്ളതിലേക്ക് ശരിയായി കിട്ടണം, അത്രേ ഉള്ളൂ. ഇതാണ് അപ്പോൾ സ്ക്വയർ കംപ്ലീറ്റിംഗ്. സ്ക്വയർ കംപ്ലീറ്റിങ്ങിൽ നമുക്ക് ഇത്രയൊക്കെയാണ് മാക്സിമം ഉള്ളത്. ഒന്നുകൂടെ ചെയ്തു നോക്കാം. സോൾവ് പരിഹരിക്കുക. x² -4x പ്ലസ് 3 = 0. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യലെങ്ങനെയാണത്? ഇത് ആൻസർ ചെയ്യാൻ എളുപ്പമാണല്ലോ, നേരത്തെ ചെയ്തിട്ടുള്ളൂ. x² -4x പ്ലസ് 3 അല്ലേ? 4ന്റെ പകുതി 2, 2ന്റെ സ്ക്വയർ 4 ഇല്ലല്ലോ, ഒരു ഒന്നും കൂടെ വേണ്ടേ? 1 കൂട്ടി കൊടുക്കുക. അപ്പൊ അപ്പുറത്ത് 1 കൂട്ടിയാൽ മതി. ഇതെല്ലാം കൂടെ എന്താ വായിക്കുക? x² -4x പ്ലസ് 4. 4ന്റെ പകുതി 2യുടെ സ്ക്വയർ ഒക്കെ റെഡിയാണ്. അങ്ങനെയെങ്കിൽ ആ 2 4ന്റെ പകുതിയായ 2 അതാണ് എഴുതേണ്ടത്, ഹോൾ സ്ക്വയർ. മൈനസ് ആവാൻ കാരണം സെക്കൻഡ് മൈനസ് ആയതുകൊണ്ട്, എക്സിന്റെ ടേം മൈനസ് ആയതുകൊണ്ട് =1. അപ്പൊ x -2 എന്തായി? √1. √1 നേരത്തെ പറഞ്ഞ പോലെ എന്തായിരിക്കണം? പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കണം. 1ന്റെ റൂട്ട് 1 തന്നെയാണ്, ഇത് പ്ലസ് ഓർ മൈനസ്. അപ്പൊ x -2 = 1 പറ്റും, x -2 = -1 പറ്റും അല്ലേ? അപ്പൊ ഇനി സിമ്പിൾ ആണല്ലോ. x = എന്ത് കിട്ടും? 1 -2 അങ്ങോട്ട് പോയാൽ +2 ആവും അല്ലേ? അപ്പൊ 3 ആയി. ഇവിടെ x എന്തായി? -1 +2. അപ്പൊ എന്താവും? 1 ആവും. ഓക്കെ, സിമ്പിൾ ആണല്ലോ കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: x² - 5x + 6 = 0.
ഈക്വൽ ടു 0 ഉള്ളതാണ് ഇപ്പോൾ 1-2 പ്രാവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോമാണ്. ഇനി എങ്ങനെ തന്നാലും നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റുമല്ലോ. അപ്പുറത്തുള്ളതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ഇപ്പോൾ x² - 5x + 6 = 0 ആണ്. എങ്ങനെ ഇത് ചെയ്യാം? ആൻസർ നോക്കാം. എക്സ് കണ്ടുപിടിക്കാനാണ്. x² ഉണ്ട്, -5x ഉണ്ട്, +6. 5ന്റെ പകുതി എത്ര? 2.5. 2.5ന്റെ സ്ക്വയർ എത്ര? 6.25 ആണ്. പെട്ടെന്ന് നമുക്കറിയില്ല. 5ന്റെ പകുതി 2.5 അല്ലെങ്കിൽ 5/2 എന്ന് പറയാം. 5/2ന്റെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. അത് 6ലേക്ക് ഇനി എത്ര കൂട്ടണത് എന്ന് പെട്ടെന്ന് നമുക്ക് പിടുത്തം കിട്ടുന്നില്ല, നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഡോണ്ട് വറി, ആ 5/2 സ്ക്വയർ തന്നെ കൂട്ടിയാൽ മതി. അത് തന്നെ അപ്പുറത്തും കൂട്ടി, അത്രേ ഉള്ളൂ. ഇതെന്തിനാ ചെയ്തത്? 6 നേരത്തെ നമ്മൾ 3ലേക്ക് 1 കൂട്ടിയാൽ മതി എന്നുള്ളത് പെട്ടെന്ന് കാൽക്കുലേഷൻ നമുക്ക് മനസ്സിലാവുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് മൈൻഡിൽ പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് കൂട്ടുക. അതേ സംഭവം അപ്പുറത്തും ഒന്ന് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം എടുക്കാം. x² - 5x പിന്നെ 5ന്റെ പകുതിയായ 5/2ന്റെ സ്ക്വയറും അങ്ങനെ തന്നെ റെഡി ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ x - 5/2 സ്ക്വയർ എന്ന് പറയാം. ഇതുപോലെ x² - 6x + 9 എന്ന് പറഞ്ഞാൽ എന്താ? 3ന്റെ സ്ക്വയർ ആണ്. 3². 6 എന്ന് പറഞ്ഞാൽ 6ന്റെ പകുതി 3, അതിന്റെ സ്ക്വയർ റെഡിയാണ്. അപ്പൊ x² 6x 6ന്റെ പകുതിയുടെ സ്ക്വയർ. അങ്ങനെയാണ് നമ്മൾ x - 3 ഹോൾ സ്ക്വയർ ആക്കുക. x² 5x - 5x 5ന്റെ പകുതിയുടെ സ്ക്വയർ. ഓക്കെ, ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഈക്വൽ ടു അല്ല, അവിടെ ഒരു +6 ഉണ്ട് അല്ലേ. ഇനി അവിടെ 5/2ന്റെ സ്ക്വയറും ഉണ്ട്. അപ്പൊ ഇനി അത് ശരിയാക്കിയാൽ മതി. x - 5/2 ഹോൾ സ്ക്വയർ = 6 അവിടെ പോകുമ്പോൾ -6 ആവും. 5/2 സ്ക്വയർ എന്ന് ആദ്യം എഴുതുക. 5ന്റെ സ്ക്വയറും 2യുടെ സ്ക്വയറും വേണം. അങ്ങനെയാണ് കേട്ടോ. 6നെ അങ്ങോട്ട് കൊണ്ടുപോവാം, -6. അപ്പൊ എന്തായി? x - 5/2 ഹോൾ സ്ക്വയർ = ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? 25 - 24/4 എന്നാവുമല്ലോ. = 1/4. അപ്പൊ x - 5/2 എന്താവും? x - 5/2 ഹോൾ സ്ക്വയർ 1/4 ആണ്. ഇപ്പൊ x - 5/2 എന്താവും? √1/4. √1/4 എന്താ? 1ന്റെ റൂട്ട് ± ഇടാം. ടോട്ടൽ ഈ 1/4ന്റെ റൂട്ട് ± ഇട്ടിട്ടുണ്ട്. ഇനി 1ന്റെ റൂട്ട് 1, 4ന്റെ റൂട്ട് 2. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് x - 5/2 എന്ന് പറഞ്ഞാൽ ±1/2 ആണ്. അപ്പൊ അതങ്ങോട്ട് സോൾവ് ചെയ്താൽ മതി. ഓരോന്നെടുക്കാം. x - 5/2 ഒന്നെങ്കിൽ 1/2 അല്ലെങ്കിൽ x - 5/2 -1/2. x = 1/2. ഇയാൾ അങ്ങോട്ട് പോകുമ്പോൾ +5/2 ആവും. x = -1/2 -5/2 അപ്പുറത്ത് പോകുമ്പോൾ +5/2 ആവും. x = 2 ഡിനോമിനേറ്റേഴ്സ് ഛേദങ്ങൾ തുല്യമാകുമ്പോൾ നമുക്ക് ഒന്നാക്കിയിട്ട് എഴുതാലോ. 1ഉം 5ഉം കിട്ടിയാൽ 6. എന്ത് കിട്ടി? 3. ഛേദങ്ങൾ തുല്യമാണ്, ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആണ്. -1ഉം 5ഉം കിട്ടിയാൽ 4. അപ്പോൾ 2 കിട്ടി. ആൻസർ എന്തൊക്കെയാണ്? അപ്പോൾ x3 ഉണ്ട്, x2 ഉണ്ട്. എക്സിന്റെ വാല്യൂസ് 3ഉം 2ഉം ആണ്. തന്നിട്ടുള്ള ഇക്വേഷനിൽ സൂട്ടാവുന്ന തരത്തിൽ എക്സിന്റെ വിലകൾ 3ഉം 2ഉം ആണ്. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ചൊന്ന് മെനക്കെട്ടു അല്ലേ. ഫ്രാക്ഷനൊക്കെ വന്നുകൊണ്ട് എക്സിന്റെ കോഎഫിഷ്യന്റ് 5 വന്നതാണ് കുടുങ്ങിയത്. 5ന്റെ പകുതി തന്നെ കൃത്യമായൊരു ഇൻറ്റിജർ അല്ല. 2.5 അല്ലെങ്കിൽ 5/2 ആണ്. അതാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. എന്നതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറയാനില്ല, ശ്രദ്ധിച്ച് ചെയ്താൽ മതി. എന്നാലും ചിലപ്പോൾ അങ്ങനെ ഇനിയും വരും. x² - 7x + 6 = 0. മൈനസോ പ്ലസോ എന്തെങ്കിലും. 7ന്റെ പകുതി 7/2ന്റെ സ്ക്വയർ ഒക്കെ വേണ്ടി വരും. ചെയ്ത് നോക്കിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ ഇങ്ങനെ വരും. 2x² - 5x + 3 = 0. =0 ലെവലിലേക്ക് അതൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ആയിരിക്കും. 2x² = 5x + 3 -3. പിന്നെ നമ്മളതിനെ ശരിയാക്കുമ്പോൾ 2x² - 5x + 3 = 0 എന്നാണ്. അത് രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ വന്നാലോ നമ്മൾ x² സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാനാണ് പഠിച്ചത്. ഇവിടെ 2x² ഉണ്ട്. അപ്പൊ ഇത് ശരിയാക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഈ 2x² ആക്ച്വലി √2x ഹോൾ സ്ക്വയർ ആണ്.
ഇനി 5x റൂട്ട് 2 എന്ന് ആക്കിയിട്ടൊക്കെ എടുക്കണം. അതായത് a+b² ആ രൂപത്തിലേക്ക് പെട്ടെന്ന് ആക്കണം. അപ്പൊ അതിനൊക്കെ ചെറിയ ചെറിയ പണികളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്ക്വയർ കംപ്ലീറ്റിംഗ് എന്നുള്ള മെത്തേഡിനെ ഒന്ന് അരിച്ചിട്ട് ഒന്ന് സിമ്പിളാക്കി ഒറ്റ ഒരു എക്സ്പ്രഷൻ ആക്കിയിട്ട് എഴുതി വെക്കാം. അതിന്റെ പേരാണ് ക്വാഡ്രാറ്റിക് ഫോർമുല. അപ്പൊ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. x² മൈനസ് 6x പ്ലസ് സംതിങ് ഈക്വൽ ടു 0. x² പ്ലസ് 10x പ്ലസ് സംതിങ് ഈക്വൽ ടു 0. ഇങ്ങനെയുള്ള സെക്കൻഡ് ഡിഗ്രി രണ്ടാം കൃതിയൊക്കെ സോൾവ് ചെയ്യുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് 6 അല്ലെ, എക്സിന്റെ നമ്പർ 6, എക്സിന്റെ നമ്പർ 10, ഇതിനൊക്കെ പകുതി എടുക്കാനൊക്കെ എളുപ്പമുണ്ട്. അവിടെ നമുക്ക് സ്ക്വയർ കംപ്ലീറ്റിംഗ് ചെയ്യാം. ഏത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മൾ എളുപ്പത്തിന്റെ കാര്യം പറയാണ്. അങ്ങനെയല്ല, നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന തരത്തിലാണ് പലതും വന്നതെങ്കിൽ അവിടെ നമുക്ക് ഇനി പറയാൻ പോകുന്ന ക്വാഡ്രാറ്റിക് ഫോർമുല എടുക്കാം. ഏതും എല്ലാ സ്ഥലത്തും ചെയ്യാൻ പറ്റും, അത് വേറെ കാര്യം. സ്ക്വയർ കംപ്ലീറ്റിംഗ് അതായത് വർഗത്തികവ് ഏത് ക്വസ്റ്റ്യനും ചെയ്യാം. രണ്ടാം ക്ലാസ് സമവാക്യം പരിഹരിക്കാൻ പറ്റിയതിനൊക്കെ അതുകൊണ്ട് പരിഹരിക്കാം. പക്ഷെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് എക്സിന്റെ ഗുണകം, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് ഈവൺ ആണെങ്കിലോ ഇരട്ട സംഖ്യയാണെങ്കിൽ നമുക്ക് സ്ക്വയർ കംപ്ലീറ്റും ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് ഒറ്റ സംഖ്യയോ അല്ലെങ്കിൽ രണ്ടാം കൃത്യ സമവാക്യത്തിൽ തന്നെ x² 2, 5 എന്നൊക്കെ ഇവിടെ ഒരു x² അല്ലാതെ ഇത് ഒരു x² ആണല്ലോ, ഇവിടെ 2x² അല്ലെങ്കിൽ 5x² അല്ലെങ്കിൽ 3x² ഒക്കെ വന്നാൽ അപ്പോഴൊക്കെ നമുക്ക് ഇനി അടുത്തത് പറയാൻ പോകുന്ന മെത്തേഡിലൂടെ ചെയ്യാം. അപ്പൊ അതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി രണ്ടാം കൃത്യ സമവാക്യം പരിഹരിക്കാൻ ഒന്നുകൂടി ഡയറക്റ്റ് ആയൊരു രൂപത്തിൽ പറയാണ്. അതിന്റെ പേരാണ് ക്വാഡ്രാറ്റിക് ഫോർമുല. അപ്പൊ അത് യൂസ് ചെയ്തുകൊണ്ട് പരിഹരിക്കുക, സോൾവ് ചെയ്യുക. എന്താണ് ക്വാഡ്രാറ്റിക് ഫോർമുല? ആദ്യം അതിന് വേണ്ടിയിട്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സാമാന്യ രൂപം, സ്റ്റാൻഡേർഡ് ഫോം പറയാം. നേരത്തെ പറഞ്ഞതാണ് ax² പ്ലസ് bx പ്ലസ് c = 0 എന്ന് എഴുതി വെച്ചതിന് ശേഷം അതാണ് സ്റ്റാൻഡേർഡ് ഫോം. എന്നിട്ട് ഇനി അതിൽ നിന്ന് x കിട്ടാൻ വേണ്ടിയിട്ട് -b ± √b² - 4ac/2a -b ± √b² - 4ac/2a. ഇതിനാണ് കോൺട്രാക്റ്റീവ് ഫോർമുല എന്ന് പറയാം. ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ ഇതാ ഇവിടുന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം /2a ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കുട്ടികൾ തെറ്റിക്കുന്നൊരു കാര്യമാണ്. മുകളിലത്തെ കാര്യം ടോട്ടലി ഡിനോമിനേറ്റർ ആണ്, അതായത് ഛേദമാണ് 2a. ബിയും എയും സിയും ഒക്കെ എവിടെ നിന്ന് കിട്ടും? ഇതിനകത്തുനിന്ന് കിട്ടും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇതിലില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ ഇതൊന്ന് കാണാതെ പഠിച്ചു വെച്ചാൽ എങ്ങനെയാണത് നന്നായിട്ട് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ അത് ബൈ ഹാർട്ട് ആക്കി വെക്കുക. -b ± √b² - 4ac/2a. ഓക്കെ, അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഇനി ചെയ്ത് നോക്കാം. 1-2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നേരത്തെ എടുത്ത ക്വസ്റ്റ്യൻ തന്നെ ആയിക്കോട്ടെ. ക്വസ്റ്റ്യൻ x² = 5x - 6 ഫൈൻഡ് x. ഞാൻ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ് നേരത്തെ തന്നത്. ഇപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചൊക്കെ തന്നത് അല്ലെ, അല്ലെങ്കിൽ കുറച്ചപ്പുറത്ത് വെച്ചിട്ടാണ് തന്നത്. നേരത്തെ പറഞ്ഞത് x² - 5x + 6 = 0 എന്ന സ്റ്റാൻഡേർഡ് ഫോം തന്നെ ആയിരുന്നു. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ തന്നു. ഒരു രണ്ടാം കൃതി സമവാക്യം എങ്ങനെയാണ് ഇതിൽ നിന്ന് x കണ്ടുപിടിക്കുക, പരിഹരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം. x² - 5x + 6 എന്നാവും. പിന്നെ അവിടെ ഒന്നും ബാക്കി ഉണ്ടാവില്ല, = 0 അല്ലെ. ഈ റൈറ്റിലുള്ളതൊക്കെ പുറത്ത് കൊണ്ടുവന്നു. ഈക്വലിന്റെ പുറത്ത് എത്തുമ്പോൾ മൈനസ് ഉള്ളത് +1, പ്ലസ് ഉള്ളത് -ആവും. ആ രണ്ടാം കൃതി സമവാക്യത്തിന്റെ സാമാന്യ രൂപത്തിൽ നിന്ന് പറയാലോ, ax² എന്നായിരുന്നു, ഇവിടെ 1x² ആണ്, അപ്പൊ a1. bx എന്നായിരുന്നു, ഇവിടെ -5x ആണ്, അപ്പൊ b -5 പ്ലസ് c എന്നാണ്, അപ്പൊ c ഇവിടെ എന്താ 6. ഇനി ക്വാഡ്രാറ്റിക് ഫോർമുല x = -b ± √b² - 4ac/2a. എന്ത് കിട്ടും? മൈനസ് ഇടണം. b എന്താ? -5, അത് വേറെ -5. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. +or - √b² - 5ന്റെ സ്ക്വയർ -4 × a എന്താ 1, c എന്താ 6 / 2 × 1. മൾട്ടിപ്പിൾ ചെയ്യാനുള്ളതൊക്കെ ആദ്യം റെഡിയാക്കി വെക്കണം, ഉള്ളിലുള്ളതൊക്കെ കേട്ടോ. അല്ലാതെ നമ്മൾ മൈനസ് ചെയ്യാൻ പോകരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥതാണ്. -5 എന്താവും? +5 ആവും. +or - ഇതിനുള്ളിൽ -5ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ -5ന്റെ സ്ക്വയർ ഒക്കെ 25 ആണ്. -4 × 1 × 6 24 / 2. x =
5 പ്ലസ് ഓർ മൈനസ് √1. √1 അത്ര 1 തന്നെയാണ്. √1 ആണ് /2 എന്ന് പറഞ്ഞാൽ 5 പ്ലസ് ഓർ മൈനസ് 1/2. യെസ്, കണ്ടില്ല? ഇപ്പൊ കുറച്ചും കൂടെ നമുക്ക് ഫ്രാക്ഷൻ ഒന്നും ഡീൽ ചെയ്യേണ്ടി വന്നില്ല. കുറച്ച് സിമ്പിളായിട്ട് ആ കാര്യത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയാം, x = 2 ആക്കാം നമുക്ക്. x = 5 + 1/2. അപ്പോൾ എന്ത് കിട്ടും? 5 1 കൂട്ടിയാൽ 6/2 3. ഇനി x = പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് ഇട്ടിട്ട് ഒന്ന് ചെയ്യണം, മൈനസ് ഇട്ടിട്ട് വേറെയും ചെയ്യണം എന്നതിനർത്ഥം. അപ്പോൾ 5 - 1/2. 5 4/2 2. അപ്പോൾ 3ഉം 2ഉം ആൻസർ ഇവിടെ കണ്ടു. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. ഇനി ഇത് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസിനൊക്കെ ഈ മെത്തേഡ് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. എങ്ങനെയും ചെയ്യാം. അടുത്ത് നമ്മൾ 2x² വരുന്നൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് അങ്ങോട്ട് ഈ സോൾവ് ചെയ്യുന്ന മെത്തേഡുകളെ ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം. ഇതാ 2x² + 5x + 3 = 0 എന്നത് പരിഹരിക്കണം. സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ് അല്ലേ? അപ്പോൾ എന്താണ് ഇവിടെ ആൻസർ? നമുക്ക് എടുത്തെഴുതണം. ഒന്ന് എഴുതി കൊടുക്കുക. A2 ആണ്, B5, C3 ആണ്. x = -b + or - √b² - 4ac/2a. c = -5 + or - √5² - 4 × A2 ആണ്, 3 ആണ്, c/2 × A2 ആണ്. -5 + or - √25 4 2 8 3 24 തന്നെ കുറച്ചു. അത് നേരത്തെ അങ്ങനെ തന്നെ വന്നതല്ലേ, അത് വന്നു പോയതാണ്. -5 + or - √1/4 എന്ന് പറഞ്ഞാൽ -5 + or - 1/4 എക്സിന്റെ വാല്യൂ ആണ്. രണ്ടും സെപ്പറേറ്റ് ചെയ്താൽ മതി. x = -5 + 1/4 എന്ത് വരും? -5ഉം 1ഉം കൂടെ -4/4 -1. എക്സിന്റെ ഒരു വാല്യൂ കിട്ടി. x = -5 - 1/4. -5 - 1 എന്താ? -6/4. -6/4 ഒന്നുകൂടി ചുരുക്കാലോ, -3/2. എക്സിന്റെ വാല്യൂസ് ഇവിടെ ഏതൊക്കെയാണ് സൂട്ടായത്? -1ഉം -1.5, അതായത് -3/2 ആണ്. ഓക്കെ, ഇനി നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. ഈ രണ്ട് മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൽ. ഒന്ന് വർഗത്തികവിലൂടെയും ഒന്ന് ക്വാഡ്രാറ്റിക് ഫോർമുലയുടെയും. നമുക്ക് സെപ്പറേറ്റ് ഇന്ന മെത്തേഡിൽ ചെയ്യുക എന്ന് ചോദിക്കാറില്ല. നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളെ ഇഷ്ടത്തിന് ചെയ്യലാണ്. ഇങ്ങനെയൊക്കെ 2x² ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ചെയ്യാനാണ് ബെറ്റർ. ഇന്നപോലെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഓഡ് ആയാലും അങ്ങനെ ചെയ്യാനാണ് നല്ലത്. നോർമലി x² ഉള്ളൂ, എക്സിന്റെ കോഎഫിഷ്യന്റ് 6 8 10 വന്നു. അപ്പോൾ നമുക്ക് സ്ക്വയർ കംപ്ലീറ്റിംഗ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ചെയ്യാം, എന്തായാലും ശരി, ആൻസർ കിട്ടിയാൽ മതി എന്ന് മാത്രം. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ചില സ്പെഷ്യൽ കേസുകളെ കുറിച്ചൊന്ന് പറയാനുണ്ട്. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചില കേസുകൾ വന്നാൽ അത് ഒന്ന് പറഞ്ഞു നോക്കാം. ചില സ്പെഷ്യൽ കേസുകൾ എന്ന് പറഞ്ഞത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നെയാണ്, പക്ഷേ ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. x² = 9 എന്ന് പറഞ്ഞു. അപ്പോൾ x എന്താ? √9 + or - 3. ഇവിടെ നമ്മൾ സ്ക്വയർ കംപ്ലീറ്റിംഗ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല അല്ലേ? അപ്പോൾ അത് x² മാത്രം വന്നതുകൊണ്ടല്ലേ. ഓക്കെ, ഒന്നും കൂടെ നോക്കാം നമുക്ക്. x² - 25 = 0 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണല്ലോ. ആണോ? എങ്ങനെയാണ്? ഇതൊരു സ്ക്വയർ കംപ്ലീറ്റിംഗ് ചെയ്യണോ? വേണ്ട. ക്വാഡ്രാറ്റിക് ഫോർമുല ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഇവിടെ ഇല്ല. 25 അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ x എന്തായി? √25, അതായത് +or - 5 എന്ന് പറഞ്ഞാൽ 5ഉം -5. ഇവിടെ എന്ത് സംഭവിച്ചത്? ഈ എക്സിന്റെ ടേം ഇല്ല, ഇതിൽ എക്സിന്റെ ടേം ഇല്ല, ഇതിൽ എക്സിന്റെ ടേം ഇല്ല. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം, എക്സിന്റെ ടേം ഇല്ലെങ്കിൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. സെക്കൻഡ് ഡിഗ്രി ആണെങ്കിലും രണ്ടാം കൃതി ആണെങ്കിലും എക്സിന്റെ ടേം ഇല്ലെങ്കിൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നോക്കാം, ചിലപ്പോൾ റൂട്ടൊക്കെ വന്നോന്ന് വരുള്ളൂ. റൂട്ട് ഇനി ചിലപ്പോൾ ക്വാഡ്രാറ്റിക് ഫോർമുല ചെയ്താലും എന്നിങ്ങനെ ചെയ്താലും അതിന്റെ സൊല്യൂഷൻ റൂട്ട് ആണെങ്കിൽ റൂട്ട് വന്നിരിക്കും. ഓക്കെ, ഇവിടെ 2x² - 7 = 3. ഫൈൻഡ് x. എക്സിന്റെ ടേം ഉണ്ടോ? നമുക്ക് ഇല്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാം? 2x² = 7 അപ്പുറത്തും ഉണ്ടായാൽ +7 ആയി 10 ആയി. അപ്പോൾ x² എന്തായി? 5 ആയി. x എന്തായി? √5. √5 ഒരു പ്രത്യേക വാല്യൂ ഇല്ലാത്തതുകൊണ്ട് അവിടെ എഴുതി വെച്ചാൽ മതി.
എന്ന് പറഞ്ഞാൽ √5 എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് സംതിങ് വാല്യൂവിന്റെ പ്ലസ് ഉണ്ടാവും മൈനസും ഉണ്ടാവും. പ്ലസ് √5 മൈനസ് √5 ഉണ്ടാവും. ഓക്കെ, കണ്ടില്ലേ? എക്സ് വാല്യൂ എക്സിന്റെ ടേം ഇല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ നിങ്ങളൊന്നും ചിന്തിക്കണ്ട. 8ാം ക്ലാസ്സിലൊക്കെ ചെയ്ത പോലെ നമ്പറിനപ്പുറത്ത് കൊണ്ടുപോവുക. ജസ്റ്റ് x² ഈക്വൽ സംതിങ് ആവും, പിന്നെ x ഈക്വൽ √of സംതിങ്. ഇനി ചിലപ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് ഉണ്ടാവില്ല, x² x ടേം ഉണ്ടാവും, നമ്പർ ഉണ്ടാവില്ല. അപ്പോഴും ചെയ്യാൻ എളുപ്പമാണ്. അതിനൊന്നും നമ്മൾ സെക്കൻഡ് ഡിഗ്രിയുടെ പഠിച്ച മെത്തേഡുകളിലേക്കൊക്കെ പോയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ഇതാ, x² മൈനസ് 5x ഈക്വൽ ടു 0. എക്സിന്റെ വാല്യൂ കാണാൻ x² മൈനസ് 5x ഈക്വൽ ടു 0. ഇവിടെ a എന്താ 1, b എന്താ -5, c എന്താ 0. c 0 ആയാൽ നേരത്തെ എന്തായിരുന്നു? x ടേം ഇല്ല, b 0ആണ്. b നേരത്തെ b 0 ഉള്ളതാ പറഞ്ഞത്, ഇപ്പൊ c 0ആണ്. അപ്പോഴും എളുപ്പമാണ്. എങ്ങനെ? എക്സിനെ നമുക്ക് പുറത്തെടുക്കാം. നോക്കുക, ഇതിലും ഇതിലും എക്സ് ഉണ്ട്. പുറത്ത് വെച്ചാൽ ഇവിടെ ബാക്കിയൊരു എക്സ് ഉണ്ടാവുമല്ലോ, മൈനസ് ഉണ്ടാവും, 5 ഉണ്ടാവും, ഈക്വൽ ടു 0. ഇത് മാത്തമാറ്റിക്സിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. a ഇൻറ്റു ബി 0 ആകണമെങ്കിൽ 2 സൊല്യൂഷൻ ഉണ്ട്. എയും 0 ആയാൽ മതി, അല്ലെങ്കിൽ b 0 ആയാലും മതി. a ഇൻറ്റു ബി 0 ആകണമെങ്കിൽ a 0 ആയാലും ശരിയാവും. നമുക്ക് ഇനി b എന്തായാലും a 0 ആയാലും ശരിയാവും, അല്ലെങ്കിൽ b 0 ആയാലും ശരിയാവും. എന്ന പോലെ സംതിങ് എക്സ് ഇൻറ്റു സംതിങ് ഈക്വൽ ടു 0 വന്നാൽ ആ എക്സ് 0 ആയാലും ശരിയാവും, എക്സ് മൈനസ് 5 0 ആയാലും ശരിയാവും. എന്ന് പറഞ്ഞാൽ x0 ഒരു സൊല്യൂഷൻ കിട്ടി. എക്സ് മൈനസ് 5 0 ആണെങ്കിൽ എക്സ് എന്താ 5. 2 സൊല്യൂഷൻ, x0യും x5ഉം. നോക്ക്, x0 എടുത്ത് നോക്കുക, 0² മൈനസ് 5 0 0 ശരിയാണ്. x5 എടുത്ത് നോക്കുക, 5² 25 മൈനസ് 5 5 25 25 കുറച്ചാൽ 0. ഓക്കെ, അപ്പൊ ഇവിടെ c0 ഉള്ളതാണ് അവിടുത്തെ കാര്യം. അപ്പൊ b0 ആയാലും c0 ആയാലും ഈ b അല്ല കേട്ടോ, a b c. ഇവിടെ c0 ആണ്. c0 ആയാലും b0 ആയാലും സോൾവ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ക്വാഡ്രാറ്റിക് ഫോർമുല വേണ്ട, സ്ക്വയർ കംപ്ലീറ്റിംഗ് വേണ്ട. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ അങ്ങനെ എടുത്ത് നോക്കുക, അപ്പോഴേക്ക് അത് കിട്ടും. ഇതാ ഒന്നും കൂടെ ഞാനൊന്ന് ചെയ്യുന്നുണ്ട്. 3x² മൈനസ് 7 പ്ലസ് 7x ഈക്വൽ ടു 0. ഇവിടെ എന്താ 0? c. കോൺസ്റ്റന്റ് ഇല്ല, നമ്പർ ഒറ്റയ്ക്ക് നിൽക്കുന്ന നമ്പർ ഇല്ല. എക്സിന്റെ ടേം ഉണ്ട്, x² ടേം ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സിനെ പുറത്തെടുക്കുക. അപ്പൊ 3x പ്ലസ് 7 എന്ന് മാത്രമാവൂലേ? ഇതിനെന്ത് പറയാം? either x ഈക്വൽ ടു 0 അല്ലെങ്കിൽ 3x പ്ലസ് 7 0 ആണ്. അപ്പൊ x 0 എന്നുള്ളൊരു സൊല്യൂഷൻ കിട്ടി. 3x പ്ലസ് 7 0 ആകുമ്പോൾ 3x എന്താവും? -7. x എന്തായിരിക്കും? -7/3. 2 സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഈ കാര്യം നിങ്ങളെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ. ചില രണ്ടാകൃതി സമവാക്യങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവില്ല. റിയലായ സൊല്യൂഷൻ നമുക്ക് അറിയുന്ന എന്ത് നമ്പർ ആയാലും, റൂട്ട് ആവട്ടെ, ഫ്രാക്ഷൻ, പോയിന്റ് സംഖ്യയോ നോർമൽ നമ്പറോ ഒന്നും അതിന് സൂട്ടാവില്ല. അങ്ങനെയുള്ള സമവാക്യങ്ങളുണ്ട്. ഒന്ന് നോക്കാം നമുക്ക്. x² പ്ലസ് 4 ഈക്വൽ ടു 0. x²ലേക്ക് 4 കൂട്ടിയാൽ 0 ആണ് എങ്കിൽ x എന്താ എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ b ഇല്ലല്ലോ, അപ്പൊ സിമ്പിളായി സോൾവ് ചെയ്യല്ലേ. -4. x² ഈക്വൽ ടു -4. അപ്പൊ x എന്താവും? √4. √-4 എത്ര? -2 അല്ലേ? അയ്യോ, തെറ്റാണ്. -2 ആണെങ്കിൽ -2ന്റെ സ്ക്വയർ -4 ആവണ്ടേ? പറ്റില്ലല്ലോ. -2ന്റെ സ്ക്വയർ എന്താ? -4 ആണോ? അല്ല, 4 ആണ്. -4 അല്ല. അതുകൊണ്ട് √-4 എന്തല്ല? -2 അല്ല. ഇനി 2ന്റെ സ്ക്വയർ -4 ആണോ? അല്ല. അതുകൊണ്ട് √-4 എന്തല്ല? 2ഉം അല്ല. അപ്പൊ 4ന്റെ സ്ക്വയർ -4ന്റെ സ്ക്വയർ 2ഉം അല്ല, -2ഉം അല്ല. പിന്നെന്താവുക? അത് നമ്പർ, റിയൽ നമ്പർ സിസ്റ്റത്തിൽ അതില്ല. അടുത്തുമല്ല, നിങ്ങളത് ഇമാജിനറി എന്നൊക്കെ പറഞ്ഞു പഠിക്കും. നമുക്ക് ഇതിന് പരിഹാരമില്ല എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിന്റെ സ്ക്വയറിലേക്ക് 4 കൂട്ടിയിട്ട് നിങ്ങൾക്ക് 0 ആക്കാൻ കഴിയില്ല. കാരണം ഏത് നമ്പറിന്റെ സ്ക്വയറും ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആവുള്ളൂ, അല്ലെ? നെഗറ്റീവിന്റെ സ്ക്വയർ ഒക്കെ പോസിറ്റീവാണ്. അപ്പൊ പിന്നെ ഈ ഒരു നമ്പറിന്റെ സ്ക്വയറിലേക്ക് 4 കൂട്ടിയിട്ട് എങ്ങനെ 0 ആക്കുക? അത് പോസിബിൾ അല്ല. അതുകൊണ്ട് ഇതിന് പരിഹാരമില്ല. ഇതുപോലെ ചിലതിനൊക്കെ ഉണ്ടാവും. ഉദാഹരണം, x² മൈനസ് 2x പ്ലസ് 20 ഈക്വൽ ടു 0. എക്സിന്റെ വാല്യൂ കാണാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ സ്ക്വയർ കംപ്ലീറ്റിംഗ് ചെയ്യാൻ പോയി. ഉദാഹരണം ഇതാ. അപ്പൊ എങ്ങനെ വരും?
2ന്റെ പകുതി 1ന്റെ സ്ക്വയർ 1 വേണ്ടേ? അപ്പൊ x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 പ്ലസ് 19 ബാക്കി എഴുതാം. x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 പ്ലസ് 19 ഈക്വൽ ടു 0 എന്നാക്കാലോ. അപ്പൊ ഇയാൾ എന്താണ്? x മൈനസ് 2ന്റെ പകുതി 1 1ന്റെ സ്ക്വയർ 1 ഒക്കെ റെഡിയാണ്. x മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 19 ഈക്വൽ ടു 0. x മൈനസ് 1 ഹോൾ സ്ക്വയർ എന്തായി? റൂട്ട് ഓഫ് x മൈനസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 19 ആയി. അപ്പൊ x മൈനസ് 1 എന്താവും? റൂട്ട് മൈനസ് 19. റൂട്ട് മൈനസ് 19. റൂട്ട് ഓഫ് മൈനസ് 19 എന്താ? നമ്പർ ഇല്ല. റൂട്ട് 19 ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. റൂട്ട് 19 നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയ ഒരു വാല്യൂ ഉണ്ട് അല്ലെ? അത് 4 പോയിന്റ് സംതിങ് ഉണ്ട്. റൂട്ട് മൈനസ് 19 ഇല്ല, റിയലായ നമ്പർ ഇല്ല. ഇതുപോലെ റൂട്ട് മൈനസ് 4 ഇല്ല. റൂട്ട് 9 ഉണ്ട്, 3 മൈനസ് 3 ഉണ്ട്. കാൽക്കുലേറ്ററിലൊക്കെ 3 വരുള്ളൂ. റൂട്ട് ഓഫ് മൈനസ് 9 അതില്ല. അങ്ങനെ സംഭവമില്ല. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നത് കൊണ്ടാണ് എന്ന് ഒരർത്ഥത്തിൽ ഇവിടെ അങ്ങനെയും പറയാം. അതുകൊണ്ടാണ് സൊല്യൂഷൻ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ ചിലപ്പോ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാമത്തെ സമവാക്യം ചിലതിനൊന്നും പരിഹാരം ഉണ്ടാവില്ല. ഇനി ഇതേ സംഭവം തന്നെ ഇനി നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് ചെയ്യാൻ നോക്കി. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഇട്ടോ നമുക്ക് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a x equal to 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 മൈനസ് 80 ബൈ 2 എന്ന് വന്നു. x equal to 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് 76 ബൈ 2. റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നു. ഒരിക്കലും ഇനി റൂട്ട് കിട്ടില്ല. പ്ലസ് ആണെങ്കിൽ നമുക്കത് അങ്ങനെ എഴുതി വെച്ചാൽ മതി. റൂട്ട് ഉണ്ട്, നമുക്ക് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. മൈനസ് ആണെങ്കിൽ അതിനില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, റൂട്ട് ഓഫ് നെഗറ്റീവ് ഈസ് നോട്ട് റിയൽ. അത് ഇല്ലാത്തതാണ്. അത് യഥാർത്ഥത്തിലുള്ള നമ്പർ അല്ല. അത് പിന്നെ നമ്മള് ഐൻസ്റ്റൈൻ മെക്കാനിക്സിലോ പല കെമിസ്ട്രി ഫിസിക്സിലൊക്കെ ചില ഏരിയകളിലൊക്കെ റൂട്ട് നെഗറ്റീവ് ഇമേജിനറി ആയിട്ട് കോംപ്ലക്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. അത് പിൽക്കാലത്ത് നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. നോർമൽ ആയ ഒരു നമ്പർ അതിനില്ല. അതുകൊണ്ട് ഇതിന് പരിഹാരമില്ല. അപ്പൊ അത് മനസ്സിലാക്കി വെക്കണം. അത് നമുക്ക് കൺക്ലൂഡ് ചെയ്തിട്ട് ഒരു തിയറി ആക്കി വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തിയറി ആക്കി വെക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഹെഡിങ് പഠിക്കാനുള്ളത് ഡിസ്ക്രിമിനന്റ് ആണ്. അതായത് വിവേചകം. വിവേചകം എന്ന് പറഞ്ഞാൽ വിവേചനം കാണിക്കുക, വേർതിരിക്കുന്ന ആള് അല്ലെ. സൊല്യൂഷൻ ഉണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ എത്ര സൊല്യൂഷൻ എന്ന് വേർതിരിക്കുന്ന ആളാണ്. അതെങ്ങനെ നോക്കാം നമുക്ക്. ആ വിവേചകം ബി സ്ക്വയർ മൈനസ് 4ac ആണ്. എന്തുകൊണ്ട്? നമുക്ക് എക്സിന്റെ വാല്യൂ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്നാണല്ലോ. ഓക്കെ, അതില് റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നാലാണ് നമുക്ക് പരിഹാരം ഇല്ലാതാവുക. റൂട്ടിനകത്ത് ആരാ? ബി സ്ക്വയർ മൈനസ് 4ac. റൂട്ടിനകത്ത് വാല്യൂ വരുന്നത് എന്താണ്? ബി സ്ക്വയർ മൈനസ് 4ac ആണ്. ഈ ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് ആവുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ വിവേചകം ഡിസ്ക്രിമിനന്റ് വേർതിരിക്കുന്നവൻ ആരാണ്? ബി സ്ക്വയർ മൈനസ് 4ac ആണ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, ബി സ്ക്വയർ മൈനസ് ഈഫ് ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0, അതായത് പോസിറ്റീവ്. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആയാൽ ഇതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാം കൃതി സമവാക്യട്ടാ. നമുക്ക് തന്ന സമവാക്യതാണ് എന്ന് വിചാരിക്കുക. അപ്പൊ ആ സമവാക്യത്തിന് 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് എന്നാ പറയാ. റൂട്ട്സ് എന്ന് പറഞ്ഞാൽ പരിഹാരം എന്നാണ്. അതായത് 2 വ്യത്യസ്ത പരിഹാരങ്ങൾ ഉണ്ടാവും. 2 ഡിഫറെന്റ് എന്ന് എഴുതാം. ഡിസ്റ്റിങ്ക്റ്റ് എന്നാണ് അതിന്റെ കറക്റ്റ്. ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ്. റൂട്ട്സ് എന്ന് എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ സൊല്യൂഷൻസ് എന്ന് എഴുതാം നമുക്ക് മനസ്സിലാൻ വേണ്ടി. ആർക്ക്? ഇവന്. ഒരു സമവാക്യം പരിഹരിക്കാൻ വന്നിട്ട് അതിന് സൊല്യൂഷൻസ് ഉണ്ടോ എന്നറിയാൻ, അല്ലെങ്കിൽ എത്ര സൊല്യൂഷൻസ് ഉണ്ട് എന്നറിയാൻ അതിന് ബി സ്ക്വയർ മൈനസ് 4ac മാത്രം നോക്കിയാൽ മതി. അത് പോസിറ്റീവ് ആണെങ്കിൽ 2 ഉണ്ടാവും. 2 സൊല്യൂഷൻസ്, 2 വ്യത്യസ്ത സൊല്യൂഷൻസ്. ഇഫ് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആയാൽ ഓൺലി 1 സൊല്യൂഷൻ എന്ന് പറയാം. ഒരു പരിഹാരം. മലയാളത്തിൽ പറയാണ് 2 വ്യത്യസ്ത പരിഹാരങ്ങൾ. 1 സൊല്യൂഷൻ, ഒരു പരിഹാരം. സത്യത്തിൽ 1 സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ സൊല്യൂഷൻസ് ആണ്. എക്സിന്റെ വാല്യൂ 2 കിട്ടി. എന്തൊക്കെ കിട്ടിയത്? 5ഉം 5ഉം. അതായത് 2 എന്ന് പറയണം, 1 എന്ന് പറഞ്ഞ പോലെ. ആ മീനിങ് ആണ് ഇവിടെ വരുന്നത്.
വൺ സൊല്യൂഷൻ എന്ന് തൽക്കാലം പറയാം. ഓൺലി വൺ സൊല്യൂഷൻ, ഒരു പരിഹാരം. എന്തുകൊണ്ട് ഈ ബി സ്ക്വയർ മൈനസ് 4ac 0 ആയാലും എന്താവും നോക്ക് നിങ്ങൾ, 0 ആയി. ഇവിടെ വേറെ എന്തൊക്കെയോ നമ്പറൊക്കെ വന്നിരുന്നു, 6ഉം ഇവിടെ 1 വന്നു. അപ്പൊ എന്ത് സംഭവിക്കുക, -6 പ്ലസ് ഓർ മൈനസ് 0 എന്താ 0. പിന്നെ 0 പ്ലസ് 0യും -0 ചെയ്തിട്ടൊന്നും കാര്യമില്ലല്ലോ, ബൈ 2. അപ്പൊ ആകെ ഒരു -3 മാത്രം വരും. പ്ലസ് ഓർ മൈനസിന്റെ അപ്പുറത്ത് നമ്പർ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ആവുള്ളൂ. പ്ലസ് ഓർ മൈനസിന്റെ അപ്പുറത്ത് 0 ആയി പോയാൽ പിന്നെ ആ പ്ലസ് ഓർ മൈനസിന്റെ എഫക്റ്റ് ഇല്ലാതായി പോയി. അതായത് ബി സ്ക്വയർ മൈനസ് 4ac 0 ആയാൽ പിന്നെ പ്ലസ് ഓർ മൈനസ് കൊണ്ട് കാര്യമില്ല. ഒരു പരിഹാരം, ഒരു സൊല്യൂഷൻ, ഒരു നമ്പറേ ഉള്ളൂ, ഒരു സൊല്യൂഷനേ അതിനുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈ ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് <0 ആയാൽ നോ സൊല്യൂഷൻ എഴുതി വെക്കുക. കറക്റ്റ് പറയുമ്പോൾ നോ റിയൽ സൊല്യൂഷൻസ് എന്നാണ്, അല്ലെങ്കിൽ പരിഹാരങ്ങളില്ല, അല്ലെങ്കിൽ 2 ഇമാജിനറി സൊല്യൂഷൻസ് ഉണ്ട് എന്ന് അടുത്ത കൊല്ലമൊക്കെ പഠിക്കും. ഇപ്പൊ അത് പഠിക്കണ്ട, ഇപ്പൊ സൊല്യൂഷൻസ് ഒന്നുമില്ല, പരിഹാരമില്ല. എന്താ കാരണം, റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ അവിടെ നിർത്തി വെച്ചാൽ മതി. ഒന്നും ചെയ്യരുത്, 0 ആക്കി കളയരുത്, ഒന്നും ചെയ്യരുത്, അവിടെ നിർത്തിയിട്ട് സൊല്യൂഷൻ ഇല്ല. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി സൊല്യൂഷൻസ് ആർ ദർ ഫോർ ദി ഫോളോവിങ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ താഴെ പറയുന്ന രണ്ടാകൃതി സമവാക്യങ്ങൾക്ക് എത്ര പരിഹാരങ്ങളുണ്ട്. ഒരു 2 നോക്കാം നമുക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, x² - 7x + 2 = 0. ഇതിന് പരിഹാരം ഉണ്ടോ, ഉണ്ടെങ്കിൽ എത്ര ഉണ്ട്. അപ്പൊ നമ്മൾ പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളൂ, പരിഹാരം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഉണ്ടോ ഇല്ലേ എത്ര ഉണ്ട് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac മാത്രം ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ -7ന്റെ സ്ക്വയറും -4 × 1 × 2 അല്ലെ, 49 - 8 എത്ര, 41. പോസിറ്റീവ് ആണല്ലോ, >0 ആണല്ലോ. അപ്പൊ എത്ര സൊല്യൂഷൻസ് ഉണ്ട്, 2 സൊല്യൂഷൻസ്. മലയാളത്തില് 2 പരിഹാരങ്ങളുണ്ട്. റൂട്ട് 41 അവിടെ വരും. നമ്മളത് പിന്നെ റൂട്ട് 41 ഇല്ലാത്തതുകൊണ്ട് റൂട്ട് 41 അങ്ങനെ തന്നെ ഇട്ടിട്ട് 2 പ്ലസ് മൈനസ് ആക്കിയിട്ട് എഴുതി വെക്കുള്ളൂ, സൊല്യൂഷൻ കാണാൻ പറഞ്ഞാൽ. പക്ഷെ ഇവിടെ നമ്മളോട് എത്ര ഉണ്ടെന്ന് ചോദിച്ചുള്ളൂ. 2 സൊല്യൂഷൻസ് ഉണ്ട് പോസിറ്റീവ് ആയതുകൊണ്ട്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ, 2x² - 3x + 17 = 0. എത്ര സൊല്യൂഷൻസ് ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac കണ്ടാൽ മതിയല്ലോ. ബി സ്ക്വയർ മൈനസ് 4ac എന്താണ്, -3യുടെ സ്ക്വയർ -4 × 2 × 17. 9 മൈനസ് എത്രയാണ്, 8 17 എത്രയായിരിക്കും, 10 8 80 56 136. ഓക്കെ, ഇത് നെഗറ്റീവായി എന്ന് ഉറപ്പായില്ലേ, -127 നെഗറ്റീവായി. അപ്പൊ എന്താണ്, നോ സൊല്യൂഷൻ, ഒറ്റ പരിഹാരവും ഇല്ല, ഒരു പരിഹാരം പോലുമില്ല, പരിഹാരങ്ങളില്ല എന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇതുപോലെ ചിലപ്പോൾ ഒരു സൊല്യൂഷൻ ഉള്ളതുണ്ടാവും, ഒറ്റ വാല്യൂ ഉള്ളത് കിട്ടും. അങ്ങനെ ഇതും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം സൊല്യൂഷൻസ് എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പറയാം. ഇഫ് 3x² + 12x + k = 0 has only one solution, then what is k? മലയാളത്തിൽ പറഞ്ഞാൽ 3x² + 12x + k = 0 ഒരു പരിഹാരമുള്ളൂ എങ്കിൽ കെയുടെ വാല്യൂ എന്ത്. അപ്പൊ ആൻസർ നോക്കാം നമുക്ക്. ഒരു പരിഹാരമുള്ളൂ, വൺ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ എന്താ, ബി സ്ക്വയർ മൈനസ് 4ac എന്തായിരിക്കണം, ഡെഫിനറ്റ്ലി 0 ആയിരിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അല്ലേ, ബി എന്താ അവിടെ, 12 സ്ക്വയർ -4 × a എന്താ 3, k c എന്താ, അത് k ആണ്, = 0. 144 - 12k ആണ് 0. ഓക്കെ, 12k നെഗറ്റീവ് ആയതുകൊണ്ട് അപ്പുറത്തുണ്ടോവാം. 12k = 144 ആണെങ്കിൽ k എന്തായിരിക്കും, 144/12, അതും 12 ആണ് അല്ലെ. k = 12. നോക്കുക, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് x² - kx + 12 = 0 has solution, then what is the least natural number that can be k? മലയാളത്തിൽ പറഞ്ഞാൽ x² - kx + 12 = 0 പരിഹാരങ്ങളുണ്ട്, അല്ലെങ്കിൽ പരിഹാരമുണ്ട്, സൊല്യൂഷൻ ഉണ്ട് എങ്കിൽ k ആകാവുന്ന ഏറ്റവും കുറഞ്ഞ എണ്ണൽ സംഖ്യ ഏത്?
അപ്പോൾ നമ്മളിവിടെ എങ്ങനെ ചെയ്യാം? പരിഹാരമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഒന്നോ അല്ലെങ്കിൽ രണ്ടോ പരിഹാരമുണ്ട്. ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac 0 ആയിരിക്കണം. രണ്ട് പരിഹാരം ഉണ്ടെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, അല്ലേ? 0 കൂടുതലായിരിക്കണം. അപ്പോൾ പരിഹാരം ഉണ്ടാവണമെങ്കിൽ എന്താവണം? സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഹാസ് സൊല്യൂഷൻ, സൊല്യൂഷൻ ഉണ്ട് എന്ന് മലയാളത്തിൽ എഴുതിയാൽ മതി. അപ്പം എന്തായിരിക്കണം? ബി സ്ക്വയർ മൈനസ് 4ac 0 കൂടുതലോ 0 ആയിരിക്കണം. രണ്ടും കൂടെ എഴുതിയാൽ മതി. നെഗറ്റീവ് അല്ലാത്ത കേസ് കേട്ടോ. നെഗറ്റീവ് ആണെങ്കിൽ പരിഹാരമില്ല. പിന്നെ പരിഹാരം ഉണ്ടാവില്ല എപ്പോഴാണ്? പോസിറ്റീവായ പരിഹാരമുണ്ട്, 0 ആയാലും പരിഹാരമുണ്ട്. 0 ആയാലും ഒരു പരിഹാരമുള്ളൂ, പോസിറ്റീവായ 2 പരിഹാരമുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ എഴുതാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, കൂടുതലോ സമമോ ആയാൽ മതി 0-ന്. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ നിന്ന് എടുത്ത് നോക്കാം. നമുക്ക് സ്റ്റാൻഡേർഡ് ഫോം തന്നെയാണ്. അപ്പൊ നമുക്ക് ബി എന്താ? മൈനസ് കെ, അതിന്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു A1, സി എന്താണ്? 12. അത് 0 അതിൽ കൂടുതലായിരിക്കണം. മൈനസ് കെന്റെ സ്ക്വയർ കെ സ്ക്വയർ തന്നെ ആവും, അല്ലേ? മൈനസ് 5ന്റെ സ്ക്വയർ 5 സ്ക്വയർ തന്നെയാണ് എന്ന പോലെ. അപ്പൊ കെ സ്ക്വയർ 4 ഇൻറ്റു 12 മൈനസ് 48 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് സാധാരണ ഇക്വേഷൻ ചെയ്യുമ്പോൾ കൊണ്ടുപോയാൽ മതി കേട്ടോ. 48 മൈനസ് അപ്പുറത്ത് പോയാൽ പോസിറ്റീവ് ആവും. അപ്പൊ കെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 48. അപ്പൊ കണ്ടീഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. കെ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു √48. കെ എന്ന നമ്പർ എണ്ണൽ സംഖ്യ, നമുക്ക് നാച്ചുറൽ നമ്പറാണ്, എണ്ണൽ സംഖ്യയാണ്. കെ ഒരു നാച്ചുറൽ നമ്പർ, ഒരു എണ്ണൽ സംഖ്യ ഉണ്ട്. അതിന്റെ പ്രത്യേകത എന്താണ്? √48 കൂടുതലായിരിക്കണം. √48 കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ? √49 പറ്റും. എണ്ണൽ സംഖ്യയാണ് √49 ആണ്, 7 അല്ലേ? അപ്പോൾ √48 പറ്റുമോ? √48.1 പറ്റുമോ? √48 കൂടുതലാണല്ലോ, √48.1 പറ്റുമോ? ഇല്ല, പക്ഷെ അത് എണ്ണൽ സംഖ്യയല്ല. √48 കൂടുതലുള്ള എണ്ണൽ സംഖ്യ ഏതാണ്? 7 മുതലാണ്. 7, 8 ഒക്കെയാണ്. കാരണം 7 ആണ് √48 കൂടുതൽ, അതായത് √49. ഓക്കെ, അപ്പൊ നമ്മൾ ലീസ്റ്റ് നാച്ചുറൽ നമ്പർ that can be k equal to എന്താണ്? 7. k ആകാവുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ 7 എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏരിയയാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ഏതാണ്? ഇതിന്റെ പ്രായോഗിക പ്രശ്നങ്ങളാണ്, ആപ്ലിക്കേഷൻസ്. അപ്പോൾ അവിടെ നമ്മൾ സോൾവ് ചെയ്യുന്ന മെത്തേഡുകളൊക്കെ പഠിച്ചു കഴിഞ്ഞു. അവിടെ സോൾവ് ചെയ്യേണ്ട എല്ലാ മെത്തേഡുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെയൊക്കെ വന്നാലും സോൾവ് ചെയ്യൽ എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യത്തെ ക്വസ്റ്റ്യന്, ദി പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 3 ഗ്രേറ്റർ ദാൻ ദാറ്റ് നമ്പർ ഇസ് ഈക്വൽ ടു 130. ഒരു നമ്പറും അതിൽ 3 കൂടിയ ഒരു നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ, ഗുണിച്ചാൽ 130 കിട്ടും. വാട്ട് ആർ ദീസ് നാച്ചുറൽ നമ്പേഴ്സ്? ഈ എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പൊ എണ്ണൽ സംഖ്യകളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കാം? ഫസ്റ്റ് നമ്പർ ആദ്യത്തെ സംഖ്യ എക്സ് എന്ന് വിചാരിക്കുക. അപ്പൊ 3 ഗ്രേറ്റർ ദാൻ നെക്സ്റ്റ് നമ്പർ 3 ഗ്രേറ്റർ ദാൻ ആണ്. 3 ഗ്രേറ്റർ ദാൻ 3 കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ മലയാളത്തിൽ എങ്ങനെ ക്വസ്റ്റ്യന്? ഒരു സംഖ്യയും അതിലേക്ക് 3 കൂടിയ ഒരു സംഖ്യയും കൂടെ ഗുണിച്ചാൽ, പ്രൊഡക്റ്റ് എടുത്താൽ എന്ന് പറഞ്ഞാൽ ഗുണിച്ചാൽ 130 കിട്ടും. നമുക്ക് ഗസ് ചെയ്ത് കിട്ടുന്ന നമ്പർ തന്നെയാണ് എന്നാലും. അപ്പോൾ 3 കൂടിയ നമ്പർ x+3 ആണല്ലോ. ഇവരുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഗുണനഫലം അത് 130 ആണ് എങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പൊ ഇവിടെ നമുക്ക് സെക്കൻഡ് ഡിഗ്രിയിലേക്ക് വരും. ഇവിടെ ഈക്വൽ ടു 0 അല്ലട്ടെ. 0 ആണെങ്കിലാണ് നമ്മൾ x = 0, x+3 = 0 എന്ന് കൊടുക്കുക. ഇവിടെ അങ്ങനെയല്ല. x × x x², x × 3 3x ഈക്വൽ ടു 130. സ്ക്വയർ കംപ്ലീറ്റിംഗ് ചെയ്യണോ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല ചെയ്യണോ? ക്വാഡ്രാറ്റിക് ഫോർമുല ആയിരിക്കും നല്ലത്, അല്ലേ? ഇവിടെ 3 ആണ്. 3യുടെ പകുതിയൊക്കെ എടുക്കാൻ ചെറിയ പണിയായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? x² + 3x - 130 ഈക്വൽ ടു 0 എന്നതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കിയിട്ട് ക്വാഡ്രാറ്റിക് ഫോർമുല ചെയ്യാം. x = -b ± √b² - 4ac/2a. ചെയ്ത് നോക്കിയാൽ x = a എന്താണ്? b എന്താ? 3. അപ്പൊ -3 ± √3² - 4 × a1 ആണ്. c -130 ആണ്. മൈനസ് ഉള്ളത് കൊണ്ട് ഇതെല്ലാം കൂടെ ഗുണിക്കണം ആദ്യം. അതിനുവേണ്ടി ഞാൻ ബ്രാക്കറ്റ് ഇട്ടു /2 × 1. ഓക്കെ,
ഇനി നോക്കുക, എക്സ് ഈക്വൽ ടു -3 പ്ലസ് ഓർ മൈനസ് √9 മൈനസ് 4 130 എത്രയാണ്? 400ഉം 520. -520 ആണ്. മൈനസ് പുറത്ത് വേറെ ഉണ്ട്, ഉള്ളിലെല്ലാം കൂടെ ഗുണിച്ചുള്ള മൈനസ് ഉണ്ട് ബൈ 2. അപ്പോൾ എക്സ് -3 പ്ലസ് ഓർ മൈനസ് √529/2 ആണ്. എക്സ് ഈക്വൽ ടു -3 പ്ലസ് ഓർ മൈനസ് 529 റൂട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, 23/2. എക്സിന് 2 വാല്യൂ ഉണ്ട്. -3 പ്ലസ് 23 എത്രയാണ്? 20/2. -3 -23 -26/2. അതായത് എക്സ് 10 ആവാം, എക്സ് -13 ആവാം. നമ്മളോട് പറഞ്ഞത് എണ്ണൽ സംഖ്യകളെ കുറിച്ചാണ്. ദി പ്രൊഡക്റ്റ് ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ്. അതായത് എണ്ണൽ സംഖ്യകൾ എന്ന ബുക്കിലുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞത് എങ്കിൽ ആ നമ്പർ എക്സ് 10 ആണ്. അടുത്ത നമ്പർ x+3 13 ആണ്. പ്രത്യേകിച്ച് നമ്പർ നാച്ചുറൽ നമ്പർ ആണ്, അതായത് എണ്ണൽ സംഖ്യയാണ്, അങ്ങനെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ രണ്ടും എടുക്കണം. എക്സ് 10 എടുക്കുമ്പോൾ അടുത്ത നമ്പർ 13, എക്സ് -13 എടുക്കുമ്പോൾ അടുത്ത നമ്പർ -13 + 3 -10. ഓക്കെ, ഇവിടെ നമുക്ക് നമ്പേഴ്സ് സംഖ്യകൾ എണ്ണൽ സംഖ്യകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സംഖ്യകൾ ഒന്ന് എക്സും മറ്റേത് x+3 ആയിരുന്നല്ലോ. എക്സ് 10 കിട്ടിയിട്ടുണ്ട്, x+3 13 10ഉം 13 നമ്പറുകൾ സംഖ്യകൾ എന്ന് എഴുതി വെച്ചാൽ പ്രശ്നം തീർന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1 is added to the product of 2 consecutive multiples of 4 gives 97. Find out those multiples of 4. എന്ന് പറഞ്ഞാൽ രണ്ട് അടുത്തടുത്ത് 4ന്റെ ഗുണിതങ്ങളോട് 1 കൂട്ടിയപ്പോൾ 97 കിട്ടി എങ്കിൽ ആ 4ന്റെ ഗുണിതങ്ങളെ കണ്ടുപിടിക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഗുണിതം എക്സ് എന്ന് എടുക്കാം. ദി ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതുമ്പോൾ ആദ്യത്തെ സംഖ്യ എന്നോ ഗുണിതം എന്നോ പറയാം. 4ന്റെ ഗുണിതമാണ്, അത് എക്സ് ആണെങ്കിൽ നെക്സ്റ്റ് അടുത്തത് എന്തായിരിക്കും? നെക്സ്റ്റ് മൾട്ടിപ്പിൾ എന്നാണ് ഇംഗ്ലീഷ് പറയുമ്പോൾ. അടുത്തത് എന്താണ്? x+4 ആവണ്ടേ? 4ന്റെ ഗുണിതം 1 കഴിഞ്ഞ് അടുത്തതിലേക്ക് 4 കൂട്ടണമല്ലോ. ഇതിന്റെ പ്രൊഡക്റ്റ് അതിലേക്ക് 1 കൂട്ടിയപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? അടുത്തടുത്ത 4ന്റെ ഗുണിതങ്ങളുടെ ഗുണനഫലത്തിലേക്ക് 1 കൂട്ടിയപ്പോൾ. അങ്ങനെയാണ്, രണ്ട് അടുത്തടുത്ത 4ന്റെ ഗുണിതങ്ങളുടെ ഗുണനഫലത്തിലേക്ക് 1 കൂട്ടിയപ്പോൾ 97 കിട്ടി എങ്കിൽ ആ ഗുണിതങ്ങൾ കണ്ടുപിടിക്കുക. എക്സും x+4 കണ്ടുപിടിക്കുക. അതായത് എക്സ് കിട്ടിയാൽ മതിയല്ലോ. നമുക്കൊന്ന് നോക്കാം. x² + 4x + 1 എന്നാവില്ലേ? അത് +1 = 97. ഇനി കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടിട്ട് ടൈം കളയണ്ട. നമുക്ക് 4 ആയതുകൊണ്ട് സ്ക്വയർ കംപ്ലീറ്റിംഗ് വർഗത്തികവ് എളുപ്പമാണ്. 4 ആകുമ്പോൾ 4ന്റെ പകുതി ഇവിടെ സ്ക്വയർ, ഇവിടെ 4 വരട്ടിയിരുന്നു അല്ലേ? അപ്പൊ നമുക്കൊരു 3ന്റെ കുറവുണ്ട്. ഇവിടെ ഒരു 3 ആഡ് ചെയ്യാം, ഇവിടെ ഒരു 3 ആഡ് ചെയ്യാം. അപ്പൊ ഇതെന്തായി? x² + 4x + 4 എന്നായി. അതായത് x+2². അതാണ് 100. അപ്പൊ x+2 എന്താണ്? √100. അതായത് +or-10. x+2 ഒന്നെങ്കിൽ 10 അല്ലെങ്കിൽ x+2 -10 എന്നും പറയാം. x+2 10 ആണ്, x എന്താ? 8. x+2 -10 ആണെങ്കിൽ -12 ആണ് x. ഗുണിതങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്ക് സാധാരണ 10ാം ക്ലാസ് വരെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് മാത്രമേ എടുക്കുകയുള്ളൂ. സാധാരണ പോസിറ്റീവ് ഗുണിതങ്ങളാണ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും അത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, എണ്ണൽ സംഖ്യകളായിട്ടുള്ള ഗുണിതങ്ങളാണ്. എന്തായാലും നമുക്ക് നോർമൽ ആയിട്ടുള്ളത് എടുത്താൽ മതി. വെറും സംഖ്യ എന്ന് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ രണ്ടും കൺസിഡർ ചെയ്യേണ്ടി വരും. രണ്ടും ഇതും പറ്റും അതും പറ്റും എന്ന് പറയേണ്ടി വരും. ഇവിടെ എക്സ് 8 ആവാം. അപ്പൊ x+4 എന്താവും? 12 ആവും. അല്ലാതെ നേരെ പോയിട്ട് നമ്മൾ ഗുണിതങ്ങൾ 8ഉം -12 എന്ന് എഴുതരുതേ. ഇത് എക്സിന്റെ മാത്രം 2 സൊല്യൂഷൻസ് ആണ്. അതിൽ തന്നെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് 8 മാത്രം എടുത്താൽ മതി തൽക്കാലം. സത്യത്തിൽ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഉണ്ട്. നമ്മൾ 10th സ്റ്റാൻഡേർഡ് വരെയൊക്കെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് മാത്രമേ എടുക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ ആ സംഖ്യകൾ ഏതാണ്? ആദ്യത്തെ സംഖ്യ ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 4, ഫസ്റ്റ് നമ്പർ ഈസ് എന്ന് എഴുതാം. അത് എക്സ് ആണല്ലോ, അത് 8. നെക്സ്റ്റ്, അതായത് അടുത്ത മൾട്ടിപ്പിൾ എന്നാണ് ഉദ്ദേശം, അത് x+4 ആണ്. അതായത് 8 + 4 12 ആണ്. അങ്ങനെ ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ചിലപ്പോൾ ഇവിടെ കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 4 എന്നാണ് പറഞ്ഞത്. ചില ക്വസ്റ്റ്യനിൽ ആൾട്ടർനേറ്റീവ് മൾട്ടിപ്പിൾസ് ഓഫ് 4 ഉണ്ടാവും. ഒന്നിടവിട്ട 4ന്റെ ഗുണിതങ്ങൾ. അപ്പോൾ 1 x എടുത്താൽ അടുത്ത് എന്തായിരിക്കും? x+8 ആണ്.
എക്സ് പ്ലസ് 8 ആണ് അല്ലേ. 1 ഇടവിട്ട് 4ന്റെ ഗുണിതങ്ങളാവുമ്പോൾ 1 എക്സ് എടുത്താൽ അടുത്തത് എക്സ് പ്ലസ് 8 ആണ്. കാരണം ഒരു മൾട്ടിപ്പിൾ എടുത്തു, പിന്നെ അടുത്തത് എടുക്കാതെ അതിൻ്റെ അടുത്തത് എടുക്കുകയാണ്. അപ്പോൾ 8 ആണല്ലോ ഡിഫറൻസ്. എന്നതുപോലെ സമാന്തര ശ്രേണിയിലെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും ചിലപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസിലെ ദി പ്രൊഡക്റ്റ് ഓഫ് 2 adjacent or consecutive terms of an arithmetic sequence with common difference 5 എന്നൊക്കെ പറയും. ഈക്വൽ ടു സംതിങ്. പിന്നെ അത് കണ്ടുപിടിക്കാൻ, അതായത് 5 പൊതുവ്യത്യാസമായ ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത 2 സംഖ്യകളുടെ ഗുണനഫലം അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മൾ 1 എക്സ് എടുത്താൽ അടുത്തത് എക്സ് പ്ലസ് 5 എടുക്കണം. അറിയാലോ, അതൊക്കെ സിമ്പിളായ കാര്യങ്ങളാണ്. അതുപോലെ ഈവൺ നമ്പർ, ഓഡ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ്. ഈവൺ എന്ന് പറഞ്ഞാൽ ഇരട്ട, 2 അടുത്തടുത്ത ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം. അപ്പോൾ എക്സും എക്സ് പ്ലസ് 2 ആണ്. ദി പ്രൊഡക്റ്റ് ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണെങ്കിലോ അപ്പോഴും എക്സ് പ്ലസ് 2 തന്നെയാണ്. 1 എക്സ് ആണെങ്കിൽ അടുത്തത് എക്സ് പ്ലസ് 2 ആണ്. കാരണം ഓഡ് ഒറ്റ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസും 2 ആണ്. ആൾട്ടർനേറ്റ് പറയുമ്പോൾ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യകൾ എന്ത് വരും? ആൾട്ടർനേറ്റ് ആണെങ്കിൽ നമുക്ക് എക്സും എക്സ് പ്ലസ് 4ഉം വരും. ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ 1 ഇടവിട്ട ഇരട്ട സംഖ്യകളാണെങ്കിൽ 1 എക്സ് എടുത്താൽ അടുത്തത് എക്സ് പ്ലസ് 4 ആണ്. അതായത് 2 കഴിഞ്ഞ് പിന്നെ 4 എടുക്കാതെ 6 എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സമാന്തര ശ്രേണിയിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: 6, 10, 14 എക്സെട്ര ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ് 880? 880. How many terms from the first should be added to get a sum of 880 for the sequence 6, 10, 14 etc. ഏതാണ് സീക്വൻസ്? 6, 10, 14 etc. ഇതിൽ എത്ര ടേംസുകൾ കൂട്ടിയാലാണ് 880 കിട്ടുക? എത്രയോ പദങ്ങളുടെ തുക 880 ആണ്. അത് എസ് എന്ന് 880 എന്ന് കൊടുക്കുക അല്ലെ. നമുക്ക് കണ്ടുപിടിക്കേണ്ട പദം എന്താണ്? എൻ ആണ്. എത്ര പദങ്ങളുടേതാണ്? എസ് എന്നിന്റെ ഈക്വേഷൻ നമുക്കറിയാം. n/2 ഇൻറ്റു 2x1 പ്ലസ് n-1 ഇൻറ്റു d. അതിലേറെ എളുപ്പമാണ് അതിന്റെ അൾജിബ്ര എഴുതാൻ പറ്റിയാൽ. ബീജഗണിത രൂപം എസ് എൻ സം ഓഫ് n ടേംസ്, n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപത്തിന് വേണ്ടിയിട്ട് ഷോർട്ട് കട്ട് ഉണ്ടല്ലോ. ഒന്നാം പദം 6ഉം പൊതുവ്യത്യാസം 4 ആണെങ്കിൽ എസ് എൻ എങ്ങനെ എഴുതുക? 4ന്റെ പകുതി എടുക്കുക, 2 n² എന്നിടുക. 2നെ ഇനി ആദ്യ പദം 6 ആക്കാൻ 4 കൂട്ടണം, ഒരു എന്നും കൂടെ കൊടുക്കുക. ഇതാണ് n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം. പെട്ടെന്ന് കണ്ടുപിടിക്കരുത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സമാന്തര ശ്രേണി പറഞ്ഞതാണ്. ഷോർട്ട് കട്ടുകളും മറ്റത് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. അതേസമയം n പദങ്ങളുടെ തുക 880 എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ നമുക്ക് എസ് എൻ 880 ആണെങ്കിൽ എസ് എന്നിന്റെ ബീജഗണിത രൂപം ഇവിടെ കൊടുക്കാം. ഇതിന്റെ നേരെ താഴത്ത് 2n² പ്ലസ് 4n സമം 880 എന്നായല്ലോ. എല്ലാത്തിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡിവൈഡ് ചെയ്യുക. അത് രണ്ടാംകൃതി സമവാക്യമായി അല്ലെ. നമുക്ക് n ആണ് വേണ്ടത്. അവിടെ എക്സിന്റെ സ്ഥലത്ത് ഇവിടെ n എന്നേ ഉള്ളൂ. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഡിവൈഡ് ചെയ്യുക. 2n²/2 n², 4n/2, 880ന്റെ പകുതി 440. ഇവിടെ 2 എന്നിന്റെ കോഎഫിഷ്യന്റ്, എന്നിന്റെ ഗുണകം 2 ആയതുകൊണ്ട് സ്ക്വയർ കംപ്ലീറ്റിംഗ് വർഗത്തേക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പൊ ഇവിടെ നമുക്കൊരു 1 മതി അല്ലെ. n² 2ന്റെ പകുതി 1ന്റെ സ്ക്വയർ 1. ആ 1 ഇവിടെയും കൂട്ടണം. അപ്പൊ ഇതെന്താ വായിക്കുക? n² പ്ലസ് 2n പ്ലസ് 1 n+1 ഹോൾ സ്ക്വയർ ആണ്. അയാൾ 441 ആണ്. അപ്പൊ n+1 എന്താ? √441. എത്രയാണത്? ±21. n+1 21 ആയിരിക്കാം, n+1 -21 ആവാം. അപ്പൊ n എത്രയാണ് ഇവിടെ? 20. ഇവിടെ n എത്രയാണ്? -22. ഒരു എണ്ണം നമ്മള് ഒരു കുറച്ച് കണ്ടന്റുകളുടെ എണ്ണം, n പദങ്ങളുടെ തുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എണ്ണമാണ്. എണ്ണം ഒരിക്കലും നെഗറ്റീവ് ആവില്ല അല്ലെ. ഒബ്ജക്റ്റുകളുടെ എണ്ണം, സംഖ്യകൾ ഇങ്ങനെ എണ്ണിയെടുത്തത് അത് നെഗറ്റീവ് ആക്കി പറയലില്ല, പ്രായോഗികമല്ല. അതുകൊണ്ട് ഇവിടെ എത്ര സംഖ്യകളാണ്, ഏതാണ് നമുക്ക് എടുക്കാൻ പറ്റിയത്? അക്സെപ്റ്റബിൾ ഏതാണ്? 20 ഈസ് അക്സെപ്റ്റബിൾ. നമുക്ക് എടുക്കാൻ പറ്റിയത് അതേ ഉള്ളൂ. അപ്പൊ എത്ര സംഖ്യകളുടെ തുകയാണ്? 20 സംഖ്യകളുടെ തുക. 20 ടേംസ് അല്ലെങ്കിൽ 20 ടേംസ്, 20 പദങ്ങൾ എന്ന് എഴുതി വെച്ചാൽ മതി. അത്രയും കൂട്ടിയാലാണ് നമുക്ക് 880 കിട്ടുക. ഈ സമാന്തര ശ്രേണിയിൽ 20 പദങ്ങൾ കൂട്ടിയാലാണ് 880 കിട്ടുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത് നമുക്ക് ഇനി ജിയോമെട്രി, ജാമിതിയുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 28 സെന്റിമീറ്റർ ആണ്.
അതിൻ്റെ പരപ്പളവ് 48 സെൻറ്റിമീറ്റർ സ്ക്വയറുമാണ്, 45 സെൻറ്റിമീറ്റർ സ്ക്വയറുമാണ് എങ്കിൽ നീളവും വീതിയും കാണാം. അപ്പോൾ അതിന് കോംപ്രഹെൻസീവായിട്ട് ചോദിക്കുമ്പോൾ പലതും ഉണ്ടാവും. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും: ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 28 സെൻറ്റിമീറ്റർ ആണ്. ഒരു ക്വസ്റ്റ്യൻ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം എന്ത്, അല്ലെങ്കിൽ നീളം എക്സ് ആണെങ്കിൽ വീതി എത്രയാണ്, എക്സിന്റെ രൂപത്തിൽ എഴുതാനാണ്. ബി ക്വസ്റ്റ്യൻ അതിന്റെ പരപ്പളവ് 45, അതായത് വിസ്തീർണം ഉണ്ടോ 45 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ എക്സിന്റെ രൂപത്തിൽ ഒരു എക്സ് ഉൾക്കൊള്ളുന്ന ഒരു രണ്ടാകൃതി സമവാക്യം രൂപീകരിക്കുക. സി ക്വസ്റ്റ്യൻ നീളവും വീതിയും കണ്ടുപിടിക്കുക. ഒരുമിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു ചതുരത്തിൽ ഞാൻ പറഞ്ഞ പോലെയാണ് ഒരുമിച്ച് പറഞ്ഞാൽ. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് പറയുമ്പോൾ എങ്ങനെയാണ്? ദി പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഇസ് ഈക്വൽ ടു 28 സെന്റിമീറ്റർ. കോംപ്രഹെൻസീവ് ആയിട്ട് പറയാം. if its length equal to x, then what will be its breadth? What is its breadth? B question: form a second degree equation if its area equal to 45 centimeter square. C question: find its length and breadth. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാ പറഞ്ഞത്? എ ക്വസ്റ്റ്യനിൽ അതിന്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ പെരിമീറ്റർ 2 × L + B ആണ് എന്ത് 28. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ എത്രയാണ്? 28/2 14 ആവുമല്ലോ. ലെങ്ത് എക്സ് ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ബ്രെഡ്ത്ത്, അതായത് വീതി എന്താ 14 - x. അപ്പൊ നീളം എക്സ് ആണെങ്കിൽ വീതി, അതായത് ബ്രെഡ്ത്ത് ഈക്വൽ ടു 14 - x ആണെന്ന് കിട്ടി. ബി ക്വസ്റ്റ്യൻ അതിന്റെ പരപ്പളവ്, അതായത് ഏരിയ 45 ആണ് എങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാം. അപ്പോ ഏരിയ എന്ന് പറഞ്ഞാൽ വിസ്തീർണം എന്നാണ്, പരപ്പളവ് എന്നാണ്. ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് അതാണ് 45. ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ആണ് 45. ലെങ്ത് നമ്മൾ എക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടല്ലോ. ബ്രെഡ്ത്ത് അപ്പം എന്താ 14 - x, അതാണ് 45. രണ്ടാകൃതി സമവാക്യം ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. എക്സിന്റെ 14 x, എക്സിന്റെ -x -x² ഈക്വൽ ടു 45. x² എപ്പോഴും നമുക്ക് പോസിറ്റീവ് ആക്കിയിട്ട് വിചാരിക്കുകയാണ് ഒന്നുകൂടി ബെറ്റർ. അപ്പൊ ഞാൻ x² എല്ലാം കൂടെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അത് -x² ആവും, 14x - 14x ആവും, ഇയാൾ -45 ആവും. ഓക്കെ, ഇതിപ്പോ രണ്ടാകൃതി സമവാക്യമായി. അല്ലെങ്കിൽ x² - 14x + 45 = 0. രണ്ടാകൃതി സമവാക്യമായി. ഇനി നമുക്ക് ഇതിന്റെ നീളം വീതിയും കണ്ടുപിടിക്കാനാണ്. അത് പരിഹരിക്കുക, എക്സ് കണ്ടുപിടിക്കുക. എക്സ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടി? നീളം കിട്ടി. എക്സ് 14 - x കൊടുത്താൽ വീതിയും കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ പരിഹരിക്കാൻ വേണ്ടി ഒരു 14 ആയതുകൊണ്ട് വർഗത്തികവ് കുറച്ച് എളുപ്പമായിരിക്കും അല്ലെ. 14 ആകുമ്പോൾ 14ന്റെ പകുതി 7ന്റെ സ്ക്വയർ 49 ആണ് ഇവിടെ കൂട്ടേണ്ടത്. അപ്പൊ x² - 14x + 49 സമം -45 + 49. അവിടെ ഇവിടെ 49 കൂട്ടി. അപ്പൊ ഇയാൾ എന്താ വായിക്കുക? x - 7 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 നായി. ഓക്കെ, ഇതിനെ ബാക്കി ഒന്ന് ഇവിടെ ചെയ്ത് നോക്കാം. x - 7 ഈക്വൽ ടു ±2 എന്നാവും. √4 2 +or- ആണ്. x - 7 ഒന്നെങ്കിൽ 2 ആണ്, x - 7 -2 ആണ്. x ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടി? 9 കിട്ടി. ഇവിടെ x എന്ത് കിട്ടി? -2 + 7 കൂടെ എത്രയാവും? 5 ആവും. അപ്പൊ ഇതിൽ x എന്തായിരിക്കും? അതൊന്ന് ഗസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. x 9 ആണെങ്കിൽ, x 9, അതായത് നീളം 9 ആണെങ്കിൽ വീതി എന്താ? 14 - 9 5. പ്രശ്നമൊന്നുമില്ല. നീളം 9 വീതി 5 എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഇല്ലല്ലോ. x 5 ആണ്, അതായത് നീളം 5 ആണെങ്കിൽ വീതി എന്താണ്? ബ്രെഡ്ത്ത് എന്താണ്? 14 - 5 9. അത് നമ്മൾ പറയാറില്ലല്ലോ. നീളം 5 വീതി 9 എന്ന് പറയില്ലല്ലോ. അപ്പൊ നമുക്ക് അക്സെപ്റ്റബിൾ ആയതെടുത്താൽ മതി, ലോജിക്കലി റെഡി ആയതെടുത്താൽ മതി. അപ്പൊ നീളം, അതായത് ലെങ്ത് ഈക്വൽ ടു 9 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ വീതി എന്നാണ്, വീതി ഈക്വൽ ടു 14 - x ആണ് 9, ദാറ്റ് ഈസ് 5 സെന്റിമീറ്റർ. ഈ ഡയറക്റ്റ് 5 അല്ല ഇത് കേട്ടോ. ഇത് നീളം 9 കിട്ടിയിട്ട് നമുക്ക് വീതി 14 - 9 കൊടുത്ത് കിട്ടിയതാണ്. ഇവിടെ ആക്ച്വലി 9ഉം 5ഉം അങ്ങനെ വന്നെങ്കിലും എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ ഡയറക്റ്റ് വരില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഒരു മട്ടത്രികോണത്തിന്റെ ലംബം പാദത്തിന്റെ 2 ഇരട്ടിയോട് 2 കൂട്ടിയതാണ്. അതിന്റെ കർണം പാദത്തിന്റെ
മൂന്നിരട്ടിയിൽ നിന്ന് 2 കുറച്ചതുമാണ് എങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കുക. ചുറ്റളവ് കിട്ടാൻ വേണ്ടി വശങ്ങളൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനായിരിക്കും, അതിനും വശങ്ങൾ വേണം അല്ലെ. എന്താണ് ക്വസ്റ്റ്യൻ? ദി ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഈസ് 2 centimeter more than 2 times its base and its hypotenuse is 2 centimeter less than 3 times its base. Find its perimeter. പെരിമീറ്റർ കാണാന്ന് പറഞ്ഞാലും ഏരിയ കാണാന്ന് പറഞ്ഞാലും ഒക്കെ ഇതിന്റെ സൈഡുകളാണ് നമുക്ക് വേണ്ടത്. ആൾട്ടിറ്റ്യൂഡ്, ബേസ്, ഹൈപ്പോട്ടനസ് ഒക്കെയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതാണ് ബേസ്, പാദം. അത് എക്സ് ആണെന്ന് പറഞ്ഞു. ആൾട്ടിറ്റ്യൂഡ് എക്സിന്റെ 2 ഇരട്ടിയോട് 2 കൂട്ടിയതാ, 2x + 2. ഹൈപ്പോട്ടനസ് കാരണം അതിന്റെ 3 ഇരട്ടിയിൽ നിന്ന് 2 കുറച്ചതാണ്. ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. മട്ടത്രികോണാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ എന്ത് കണ്ടീഷനാ ഉള്ളത്? ചുറ്റളവ് തന്നില്ല, പരപ്പളവ് തന്നില്ല, ഒന്നുമില്ല. പിന്നെ എന്താ ഉള്ളത്? മട്ടത്രികോണത്തിന് മാത്രമുള്ളൊരു കാര്യം ഉണ്ടല്ലോ, പൈതഗോറസ് തിയറം. അത് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ലെങ്ത് ബേസ് ഈക്വൽ ടു എക്സ്, ആൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു x + 2, ഹൈപ്പോട്ടനസ് ഈക്വൽ ടു 3x - 2 എന്നൊക്കെ എഴുതൽ കോംപ്രഹെൻസീവ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതണം. ഇഫ് ഇറ്റ്സ് ബേസ് ഈക്വൽ ടു എക്സ്, അതിന്റെ പാദം എക്സ് ആയാൽ ലംബം എന്തായിരിക്കും? 2x + 2 എന്ന് എഴുതി കൊടുക്കണം. കാരണം എന്തായിരിക്കും? 3x - 2 എന്ന് എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എഴുതി കൊടുക്കേണ്ടി വരും. എ ബി സിയില് നമ്മൾ പാദം തന്നിട്ട് ലംബം ചോദിക്കുകയാണെങ്കിൽ ലംബം ഈക്വൽ ടു 2x + 2, ആൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു 2x + 2 അങ്ങനെ എഴുതി കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ. ചോദിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് സോൾവ് ചെയ്യാം. ഇവിടെ ഇപ്പൊ നമുക്ക് എന്താണ്? പൈതഗോറസ് ആണുള്ളത്. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്ന് നമുക്കുണ്ട്. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ. പാദം എന്താണ്? എക്സ്, അതിന്റെ സ്ക്വയർ. ആൾട്ടിറ്റ്യൂഡ് എന്താ? 2x + 2 അതിന്റെ സ്ക്വയർ. ഹൈപ്പോട്ടനസ് എന്താ? 3x - 2 സ്ക്വയർ. a - b² a + b² പറഞ്ഞാണ് നമ്മൾ ചാപ്റ്റർ തുടങ്ങിയത് തന്നെ അല്ലേ. അപ്പൊ ഇവിടെ x² ഉണ്ട്. a + b² എന്താ? a² + 2ab + b². അവിടെയും കൂടെ എങ്ങനെയാണ്? a² - 2ab + b². ഒന്ന് ശരിയാക്കി വെക്കാം. അത് x² ആണ്. 2x² എന്താ? 4x² എന്നാവും അല്ലെ. 2 2 2 എന്താവും? 8x ആവും. +4 ഈക്വൽ ടു 3x² 9x² - 2 3 6 2 12x +4. അപ്പുറം ഒരുപോലെയുള്ള എന്തെങ്കിലും കട്ട് ചെയ്യാം. 4 4 കട്ട് ചെയ്യാം നമുക്ക് അല്ലെ. x² എവിടെയാണോ കൂടുതൽ അങ്ങോട്ട് കൊണ്ടുപോവാണ് ബെറ്റർ. ഇവിടെ 5x² ഉണ്ട്, ഇവിടെ 9x². അപ്പൊ അവിടെ കൊണ്ടുപോയാൽ എന്താവും? 9x² 5x² കുറച്ചാൽ 4x² ആവും. ഇവിടെ 8x ഉണ്ട്, ഇവിടെയോ -12x. ഇനി എന്തായാലും അങ്ങോട്ട് തന്നെ കൊണ്ടുപോയാൽ മതി. അപ്പൊ 8x - 12x കൂടെ -20x എന്നാവും. ഓക്കെ, സംഖ്യകളൊന്നും ഇല്ല. അപ്പൊ ഈ 4x² - 20x = 0 എന്ന് വന്നു. 4x² - 20x = 0. എല്ലാ സംഖ്യകളും ഡിവൈഡ് ചെയ്യാൻ പറ്റിയൊരു നമ്പർ 4 ഇല്ലേ? 4 0യിൽ 4 ഹരിക്കാൻ പറ്റും, ഇവിടെയൊക്കെ ഹരിക്കാൻ പറ്റും. അപ്പൊ 4 കൊണ്ട് ഹരിച്ചാൽ ഇത് x² ആവും. ഇവിടെ എന്താവും? 5x ആവും ഈക്വൽ ടു 0 എന്നാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ നേരത്തെ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് വർഗത്തികവിന്റെ ആവശ്യമില്ല, ക്വാഡ്രാറ്റിക് ഫോർമുലയുടെ ആവശ്യമൊന്നുമില്ല. എന്താ കാര്യം? സി ഇല്ല, സി 0 ആണ്. അപ്പൊ എന്താ ചെയ്തിരുന്നത് നേരത്തെ? ഇവിടെ ചെയ്യുന്നുണ്ട്, നോക്കുക. എക്സിനെ പുറത്തെടുക്കുക, x - 5 ഈക്വൽ ടു 0. ഇതിന്റെ സൊല്യൂഷൻ എന്താ? എന്നെങ്കിൽ x 0 അല്ലെങ്കിൽ x - 5 0. അതായത് x ഈക്വൽ ടു 5, x ഈക്വൽ ടു 0. x 0 ആയാൽ ശരിയാവും. നമ്മളൊരു നീളം സാധാരണ 0 എന്ന് പറയണ്ട. 0 നീളം എന്ന് പറഞ്ഞാൽ നീളം ഇല്ല എന്നർത്ഥമുള്ളൂ. തെറ്റ്, എററൊന്നുമല്ല. നെഗറ്റീവ് എന്തായാലും പറ്റില്ല. എന്നാലും ഇവിടെ ഒരു നീളം അവർ കരുതിയിട്ടുണ്ടെങ്കിൽ ഒരു ലെങ്ത് അത് 0 ആവാൻ പറ്റില്ല. കാരണം അത് 0 കൊടുത്ത 3 0 -2. അപ്പൊ കാരണം -2 ആയി പോകും. അതൊന്നും സംഭവിക്കില്ല. നോർമലി x എന്തായാലും 5 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ബേസ് അതായത് പാദം അത് x ആണ് എടുത്തത് നമ്മൾ അല്ലെ, 5 cm. ലംബം അതായത് ആൾട്ടിറ്റ്യൂഡ് 2x + 2 എന്നായിരുന്നു.
2, 5, 10, 2, 12 സെന്റിമീറ്റർ. അതുപോലെ കർണം എന്ന് പറയുമ്പോൾ ഹൈപ്പോട്ടനസ് 3x - 2 ആണ്. 3, 5, 15 2 വർഷം 13 സെന്റിമീറ്റർ. പാദം, ലംബം, കർണം, അതായത് അതിന്റെ വശങ്ങളാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇത്രയും മതി. ഇത്രയും ചെയ്തിട്ട് നമുക്ക് ഇത് നിർത്താൻ പറ്റും. ഓക്കെ. ഇനി ഇവിടെ ചോദിച്ചത് നമുക്ക് എന്താണ്? ചുറ്റളവാണ്. അപ്പൊ ചുറ്റളവ് അതായത് പെരിമീറ്റർ ചുറ്റളവ് ഈക്വൽ ടു 3 കൂടെ കൂട്ടിയാൽ മതി അല്ലേ? 5 + 12 + 13 എത്ര കിട്ടും? എത്ര കിട്ടി? 10, 20, 25, 30 സെന്റിമീറ്റർ. ഓക്കെ, ഇത്രയാണ് അതിൽ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പിന്നെ ഇവിടെ ഡിസ്ക്രിമിനന്റ് വിവേചകം പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിവേചകത്തെ കുറിച്ച് പറയുന്ന, വിവേചകം കൊണ്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ചിലപ്പോൾ രാജുവിന്റെ കഥ ഒക്കെ പറഞ്ഞിട്ടായിരിക്കും. ഞാനൊന്ന് ചുരുക്കിയിട്ട് പറയാം. 40 സെന്റിമീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ചുകൊണ്ട് 120 സെന്റിമീറ്റർ സ്ക്വയർ വിസ്തീർണമുള്ള പരപ്പളവുള്ള ഒരു ചതുരം ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ്. അതാണ് ചോദ്യം. എങ്ങനെയാണ്? Can we make a rectangle of area 120 centimeter square using a iron stick of length 40 centimeter square? 40 centimeter. ഓക്കെ, എന്താ പറഞ്ഞത്? ഒരു നീളം 40 സെന്റിമീറ്റർ നീളമുള്ള ഒരു അയൺ സ്റ്റിക്ക് ഉണ്ട്. ഇതിങ്ങനെ വളച്ചുകൊണ്ട് ഉണ്ടാക്കുക. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇത്രയും വളച്ചിട്ട് ഇങ്ങോട്ട് നീട്ടുക, പിന്നെ ഇത്രയും വളച്ചിട്ട് ഇങ്ങോട്ട് നീട്ടുക, പിന്നെ ഇത്രയും വളച്ച് ബാക്കി ഇങ്ങോട്ട്, അങ്ങനെ ചതുരം ഉണ്ടാക്കുക, റെക്റ്റാങ്കിൾ ഉണ്ടാക്കുക. ഈ റെക്റ്റാങ്കിളിന്റെ അപ്പൊ ചുറ്റളവ് എത്രയാണ്? 40 ആയിരിക്കും അല്ലെ? ഈ 40 അല്ലേ നമ്മളിങ്ങനെ ചുറ്റി വെച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ പറയാൻ പറ്റും. ചുറ്റളവ് 40 സെന്റിമീറ്റർ ആണ് ത്രെഡിന്റെ, അതായത് സ്റ്റിക്കിന്റെ ലെങ്ത് എങ്കിൽ പെരിമീറ്റർ ചുറ്റളവ് പെരിമീറ്റർ ആണ് 40. പെരിമീറ്റർ 40 ആണ്, 40 സെന്റിമീറ്റർ ആണ്. 2 × L + B അതാണ് 40 എന്ന് പറഞ്ഞാൽ L + B എന്തായിരിക്കും? 20. നമുക്ക് ഇങ്ങനെ പറയാം, അതിന്റെ നീളവും വീതിയും കൂട്ടിയാൽ മാക്സിമം 20 ആണ് അല്ലെ? അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ B = 20 - L. നേരത്തെ അവിടെ X എടുത്തത്, ഇനി L ആയിട്ട് എടുക്കാം. L എന്ന് എടുക്കാൻ പറ്റും. ഇനി എന്താ പറഞ്ഞത്? ഏരിയ, വിസ്തീർണം, അതായത് പരപ്പളവ്, അത് 120 ആവുമോ എന്നാണ് ചോദ്യം. 120 ആകുമോ? ആകാൻ പറ്റുന്ന തരത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്കെന്നറിയാം 40 പലതരത്തിൽ വളർത്താം അല്ലെ? ഒരു ഉദാഹരണം നോക്കുക. നിങ്ങൾ 40-ന് ഇവിടെ 15-ഉം ഇവിടെ 5-ഉം ഇവിടെ 15-ഉം ഇവിടെ 5-ഉം ആക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ 40 ആണ് കറക്റ്റ് നോക്കുക. നിങ്ങൾ 40 സെന്റിമീറ്റർ ആണ് ഇതിന് ചുറ്റളവ്. അപ്പോൾ ഇതിന്റെ ഏരിയ എത്രയാണ്? അപ്പോൾ ഏരിയ 15 × 5 75 ആയി. 75 മാത്രമേ പറ്റുള്ളൂ? അല്ല. നമുക്ക് ഇവിടെ ഒരു 8, ഇവിടെ ഒരു 7, 8ഉം 12, പിന്നെ 8, 12 എത്രയായി? 12, 8, 96 ആയി. അങ്ങനെ പലതും പറ്റും. അതിൽ 120 സാധിക്കുമോ? നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇതിന് പിന്നിൽ ചെറിയൊരു ട്രിക്കേ ഉള്ളൂ. അത് അറിഞ്ഞവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. എന്നാലും 120 അതിൻ്റെ ഇടയ്ക്ക് വരുമെന്ന് എങ്ങനെയാണ് നമ്മൾ രണ്ടാം കൃതി വെച്ചിട്ട് ചെയ്യുക നോക്കാം. അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വെച്ചിട്ട് നമ്മളത് എങ്ങനെയാണ് പറയുക? ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ്. നീളം ഇൻറ്റു വീതി. അത് 120 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന് ലെങ്ത്തിന് ഞാൻ L തന്നെ ഇട്ടു. ബ്രെഡ്ത്ത് അതായത് വീതി 20 - L പറഞ്ഞിട്ടുണ്ടല്ലോ, ഈക്വൽ ടു 120. അപ്പൊ ഇതിനകത്ത് എന്തെല്ലാം ഉണ്ട്? പരപ്പളവ് ഏരിയ 120 അതിൽ നിന്നുണ്ടാക്കിയതാണ്. അപ്പൊ ഏരിയ 120 ഇതിനകത്തുണ്ട്. പിന്നെ 20 - L എടുത്തത് ചുറ്റളവ് 40-ൽ നിന്നാണ്. അപ്പൊ ചുറ്റളവ് 40 ഇതിനകത്തുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷന് സൊല്യൂഷൻ പരിഹാരം ഉണ്ടെങ്കിൽ, ഉദാഹരണം L = 15 എന്ന് കിട്ടിയാൽ, അപ്പൊ അതിനർത്ഥം ഏരിയ പരപ്പളവ് 120 ആയ ചുറ്റളവ് 40 ആയ ഒരു ചതുരമുണ്ട്, അതിന്റെ നീളം 15 ആണ് എന്നാവുമല്ലോ. നമുക്ക് 15 കിട്ടണമെന്നൊന്നുമില്ല. 15 ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, ശരിയൊന്നുമില്ല. നമുക്ക് എന്താണ് അറിയേണ്ടത്? ഇതിന് പരിഹാരം ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. പരിഹാരം ഉണ്ടെങ്കിൽ ഇത് ശരിയാണ്, ഏരിയ ശരിയാണ്, ചുറ്റളവിൽ നിന്ന് എടുത്തതാണ് ഈ 20 - L അതും ശരിയാണെന്നായി. അപ്പൊ ചുറ്റളവ് 40 ആയ ഏരിയ 120 ആയ ഒരു ചതുരമുണ്ട് എന്ന് ഇതിന് പരിഹാരം ഉണ്ടെങ്കിൽ ഓക്കെ. ഇതിന് പരിഹാരം ഇല്ലെങ്കിലോ? ഇതിന് പരിഹാരം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരമില്ല.
ഉത്തരമില്ല എന്ന് പറഞ്ഞാൽ എന്താ? ആ ചോദ്യം നുണയാണെന്നാണ്, തെറ്റാണെന്നാണ്. ചോദ്യം തെറ്റ് പറഞ്ഞാൽ ഏരിയ 120 ശരിയല്ല എന്ന്. അതായത് ഏരിയ 120 ആകില്ല. അതായത് ഏരിയ 120 ഉള്ള ഒരു ചതുരം ഉണ്ടാക്കാൻ പറ്റില്ല എന്നായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിന് പരിഹാരം ഉണ്ടോ നോക്കിയാൽ മതി, അല്ലേ? ഒരു പരിഹാരമെങ്കിലും ഉണ്ടോ നോക്കിയാൽ മതി. നമുക്ക് പരിഹാരത്തിന്റെ എണ്ണം എങ്ങനെ നോക്കുക? ഡിസ്ക്രിമിനന്റ്, വിവേചകം, അത് പോസിറ്റീവ് ആണെങ്കിൽ 2 പരിഹാരമുണ്ട്, നെഗറ്റീവ് ആണെങ്കിൽ പരിഹാരം ഇല്ല, 0 ആണെങ്കിൽ 1 പരിഹാരമുണ്ട്. നമുക്ക് പരിഹാരം ഒന്നെങ്കിലും ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പൊ നമുക്കിത് നോക്കാൻ പറ്റും. നോക്കുക, 20L - L² = 120 എന്നായി. അല്ലെങ്കിൽ 20L - L² - 120 = 0 എന്നായി. ഇത് ശരിയാക്കിയാൽ L² ആദ്യം എഴുതണമല്ലോ. നെഗറ്റീവ് കൊണ്ട് ഗുണിച്ചിട്ട് L² പോസിറ്റീവ് ആക്കി 20L നെഗറ്റീവ് ആവും, -20 120 പ്ലസ് ആവും, = 0. വിവേചകം നോക്കിയാൽ മതി. B² - 4AC. എ എന്താണോ? ബി എന്താ? -20 -20² -4 × A 1. സി എന്താ? 120. എന്ത് കിട്ടി? 400 - 480 = -80. എന്ത് കിട്ടി? നെഗറ്റീവ് ആണ് കിട്ടിയത്. നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്? പരിഹാരമില്ല. എന്തിന് പരിഹാരമില്ല? നമ്മൾ കൊണ്ടുവന്ന രണ്ടാകൃതി ഉണ്ടാക്കിയ ഇതിന് പരിഹാരമില്ല. ഏരിയ 120 എന്നുള്ളതിന് ഒരു പരിഹാരമില്ല, അത് സംഭവിക്കില്ല. എന്ന് പറഞ്ഞാൽ ഏരിയ 120 ആയ, ചുറ്റളവ് 40 ആയ ഒരു ചതുരം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നായി. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ആൻസർ എഴുതി കൊടുക്കാം. വി കാൺ മേക്ക് സച്ച് എ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ഒരു ചതുരം ഉണ്ടാക്കാൻ പറ്റില്ല എന്നായി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വൃത്തങ്ങളിലൂടെയുള്ള ഒരു രണ്ടാകൃതി ചെയ്ത് നോക്കുകയാണ്. അതായത് സർക്കിളിലെ ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണ്. അവിടെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. AB 11 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, CM 4 CD ടോട്ടൽ 10 ഉണ്ട്. നിങ്ങൾ കാണേണ്ടത് AM ആണ്. നമുക്ക് ഇങ്ങനെ വരുമ്പോൾ കോഡ്സ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ, അല്ലേ, ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റിലേഷൻ അറിയാം. ഞാണുകൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്: AM × MB = CM × MD. ഡയറക്റ്റ് ആണല്ലോ, ഇത് ഫസ്റ്റത്തെ ഡയറക്റ്റ് ആ പ്രോപ്പർട്ടിയാണ്, അല്ലേ? സിമ്പിൾ ആണ്. AM ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. AB ടോട്ടലേ തന്നുള്ളൂ. അപ്പൊ നമുക്ക് AM X എന്നെടുത്താൽ MB എന്താവും? ടോട്ടൽ 11 ആകുമ്പോൾ 11 - X എന്ന് വരും, അല്ലേ? അപ്പൊ AM നമുക്ക് X എന്ന് എടുക്കുക, MB 11 - X എന്ന് എടുക്കുക. CM എന്താ? CM തന്നിട്ടുണ്ട്. CM 4 സെന്റിമീറ്റർ ആണ്. 4 × MB എന്താ? അതിന് X ഒന്നും എടുക്കാൻ പോകണ്ട. CD ടോട്ടൽ 10 ആണെങ്കിൽ CM 4 കുറച്ചാൽ MD എന്താണ്? 6. ഓക്കെ, അപ്പൊ 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് AM ആണ്. AM X എന്ന് എടുത്തിട്ടുണ്ട്. X കിട്ടിയാൽ മതി. ഈ ക്വസ്റ്റ്യൻ ചില സ്ഥലത്ത് രണ്ടാകൃതിയിലേക്ക് വരുള്ളൂ. ശ്രദ്ധിക്കണ കാര്യം നിങ്ങൾ, ചില സ്ഥലത്ത് മാത്രമേ ഇത് രണ്ടാകൃതിയിലേക്ക് എത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണത്. ഓക്കെ, X × 11 11X - X × X X² = 24. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ X² - 11X = -24, അല്ലെങ്കിൽ X² - 11X + 24 = 0. നമുക്ക് 11 ആയതുകൊണ്ട് സ്ക്വയർ കംപ്ലീറ്റിങ്ങിന് പോകണ്ട, അല്ലേ? പിന്നെ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബഹുപദങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഘടകക്രിയയും ചെയ്യാട്ടോ. നമുക്ക് തൽക്കാലം ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാം. A = 1, B = -11, C = 24. ഞാനതാ ചെയ്തു വെച്ചിട്ടുണ്ട്, സമയം കളഞ്ഞിട്ടില്ല. X = 8 കിട്ടിയിട്ടുണ്ട്, 3 കിട്ടിയിട്ടുണ്ട്. AM പറഞ്ഞാൽ X ആണല്ലോ. X 8 ആവാം, 3 ആവാം. അപ്പൊ രണ്ടും പ്രശ്നമൊന്നുമില്ല, രണ്ടും പോസിറ്റീവ് ആണ്. X 8 ആണെങ്കിൽ MB എത്ര? 11 - 8 3. കുഴപ്പമൊന്നുമില്ല. X 3 ആണെങ്കിൽ MB എത്ര? 11 - 3 8, അല്ലെ? പിന്നെ ലെങ്ത് അനുസരിച്ച്, ഫിഗർ അനുസരിച്ച് 8-നെ സാധ്യതയുള്ളൂ. ഇയാൾ 8ഉം ഇയാൾ 3 ആവുള്ളൂ. അല്ലാതെ ഇവൻ 8ഉം അത് 3 ആവാൻ സാധ്യതയില്ല. പക്ഷെ അതൊരു ഒരു എററൊന്നുമല്ല, കുഴപ്പമുള്ള ഒരു ലോജിക്കലി മിസ്റ്റേക്കുള്ള സംഭവമല്ല. ഈ സിറ്റുവേഷനിൽ നമുക്ക് AM 8 ആവാം, അല്ലെങ്കിൽ ഫിഗർ നമ്മൾ കാണാതിരിക്കുന്ന സമയമാണെങ്കിൽ അത് 3 ആയാലും കുഴപ്പമില്ല. നമുക്കിവിടെ AM = 8 എന്ന് കൊടുക്കാം, 8 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അത് അധികം ഒന്നും
ബുക്കുകളിൽ കാണാത്തൊരു ക്വസ്റ്റ്യനാണ്, പക്ഷേ റെയറായിട്ട് എക്സാമിന് പോലും വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യനാണ്. റെസിപ്രോക്കൽ ലോജിക്കിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയും. നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഐഡിയ കിട്ടില്ല, നമ്മൾ ആ ഇക്വേഷൻ കണ്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോകും. ചെറിയ ക്ലാസ്സിൽ എവിടെയോ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചു വിട്ടിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ: രാജുവിന് ഒരു ജോലി ചെയ്തു തീർക്കാൻ രാമുവേക്കാൾ 10 ദിവസം കൂടുതൽ വേണം. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജോലി ചെയ്തു തീർക്കാൻ രാജുവിന് കുറച്ച് ദിവസങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണമെങ്കിൽ രാമുവേക്കാൾ അത് 10 ദിവസം കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ രാമുവിന് ഒരു 30 ദിവസം വേണമെങ്കിൽ രാജുവിന് 40 വേണം. ഓക്കെ, രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ അത് 12 ദിവസം കൊണ്ട് തീരും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താണ്? രാമുവിന് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ ആവശ്യമായ ദിവസങ്ങളുടെ എണ്ണം x ആണെങ്കിൽ രാമുവിന് എത്ര എന്ന് പറഞ്ഞാൽ എക്സിന്റെ രൂപത്തിൽ എഴുതാനാണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഈ കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു രണ്ടാകൃതി സമവാക്യം രൂപീകരിക്കുക. ഓക്കെ. ക്വസ്റ്റ്യൻ എന്താണ്? ഇരുവർക്കും രണ്ടുപേർക്കും വെവ്വേറെ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ എത്ര ദിവസങ്ങൾ വേണമെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ടു കംപ്ലീറ്റ് എ ജോബ് രാജു നീഡ്സ് 10 days more than Ramu. If they are working together, the job will complete in 12 days. ഒറ്റയടിക്ക് അങ്ങോട്ട് പറഞ്ഞ കോംപ്രഹെൻസീവ് അല്ലാതെ പറഞ്ഞാൽ how many days needed for each if they are working alone. Okay, നമുക്ക് എങ്ങനെ എടുക്കാം? ക്വസ്റ്റ്യൻ days needed for രാമു. രാമന് ആവശ്യമായ ദിവസങ്ങളുടെ എണ്ണം x എടുക്കാനാണ് അവർ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഡേയ്സ് നീഡഡ് ഫോർ രാജു എന്തായിരിക്കും? 10 ദിവസം കൂടുതൽ വേണമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ x+10 ആണ് അല്ലേ? ഇതാണ് എക്ക് ആൻസർ. ബി, ഈ കാര്യങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്താൽ 12 ദിവസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു രണ്ടാകൃതി സമവാക്യം, അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കണം. ഈ കാര്യം നിങ്ങളോട് ഞാൻ പറയാണ്. ഈ ക്വസ്റ്റ്യൻ വന്നാൽ ഒരാൾക്ക് ഇത്ര ദിവസം, വേറൊരാൾക്ക് ഇത്ര ദിവസം, രണ്ടുപേർക്കും കൂടി ചെയ്താൽ ഇത്ര ദിവസം എന്ന് വന്നാൽ അതിന്റെ റിലേഷൻ ഇങ്ങനെയാണ്: 1/x + 1/x + 10 = 1/12. അതിന്റെ എക്സ്പ്ലനേഷൻ ലോജിക്ക് പറയാൻ നേരെയല്ല. നമ്മൾ തന്നെ ഈ ചാനലിൽ വേറൊരു വീഡിയോയിൽ PSCക്കാർക്കുള്ളൊരു വീഡിയോയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന്. ഓക്കെ, ആവശ്യമുള്ളവർ അവിടെ വേണമെങ്കിൽ പോയി നോക്കാം. എന്തായാലും ഒരാൾക്ക് ചെയ്തു തീർക്കാൻ A ഡേയ്സും വേറൊരാൾക്ക് ചെയ്തു തീർക്കാൻ B ഡേയ്സും വേറെ ഒരാൾക്ക് ഇനി മൂന്നാമതൊരാളിനെ അയാൾക്ക് C ഡേയ്സും ആണെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്താൽ T ഡേയ്സും ആണെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ഇത് പല സ്ഥലത്തും ഉണ്ട്. ഒരു ടാങ്കിലേക്ക് ഈ ഒരു പൈപ്പിലൂടെ വെള്ളം നിറയാൻ A ഡേയ്സ്, A മിനിറ്റ്സ്, ഇതിലൂടെ B മിനിറ്റ്സ്, രണ്ടും ഒരുമിച്ച് തുറന്നു വെച്ചാൽ T മിനിറ്റ്സ് ആണെങ്കിൽ റിലേഷൻ 1/A + 1/B = 1/T തന്നെയാണ്. ഇതേ സംഭവം തന്നെയാണ് ഇവിടെ. ഇനി വേറൊരു സംഭവമുണ്ട്. എങ്ങനെയാണത്? റെസിസ്റ്റേഴ്സ്, ഫിസിക്സിലൊക്കെ റെസിസ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ R1, ഇവിടെ R2. ഇതിന്റെ രണ്ടും കൂടെ ഒരുമിച്ചാൽ ഉണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ആണെങ്കിൽ കണക്ഷൻ എന്താണ്? 1/R1 + 1/R2 = 1/R. ഈ 3 സിറ്റുവേഷൻ നിങ്ങൾ ഓർമ്മയിലുണ്ടെങ്കിൽ A+കാർക്ക് നല്ലതാണ് ഓർമ്മയിൽ ഉണ്ടാവണത്. ഇങ്ങനെ വർക്ക് ആൻഡ് ടൈം, സമയം, ജോലിയുടെ ക്വസ്റ്റ്യൻ, ടാങ്കിലേക്ക് വെള്ളം നിറയുന്നത്, പിന്നെ റെസിസ്റ്റേഴ്സ്, എല്ലാത്തിനും ഒരേ സംഭവമാണ്. ഡീറ്റെയിൽ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ റിലേഷൻ, ഈ ഒരു എക്സും x+5ഉം 12ഉം തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? അപ്പൊ നമുക്കതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. x+10 × 1 x+10 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. x × 1 ഡിവൈഡ് ബൈ താഴത്ത് മൾട്ടിപ്ലൈ ചെയ്യണം = 1/12. xും x 2x + 10 ഡിവൈഡ് ബൈ x² + 10x = 1/12. 12 ഇങ്ങോട്ട് ഗുണിക്കുക. അപ്പൊ 24x + 120 എന്നാവും. ഇയാൾ അങ്ങോട്ട് ഗുണിച്ചാൽ 1 × ആയതുകൊണ്ട് മാറ്റമൊന്നുമില്ല. x² + 10x സെക്കൻഡ് ഡിഗ്രി ആയല്ലോ. അപ്പൊ x², 24x അവിടെ പോയാൽ -24ഉം 10xും കൂടെ എന്താവും? -14x -120 = 0. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയി. ഇനി നമുക്ക് സോൾവ് ചെയ്താൽ മതി. ചെയ്ത് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാനാണ് B ക്വസ്റ്റ്യൻ. C ക്വസ്റ്റ്യന് അതിന് ഓരോരുത്തർക്കും വെവ്വേറെ ചെയ്യാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ്. അതായത് x കണ്ടുപിടിച്ചാൽ മതി. x കിട്ടിയ രാമുവിൻ്റെ ആയി, x + 10 അപ്പോൾ രാജുവിൻ്റെ വേണം.
ഇവിടെ സ്ക്വയർ കംപ്ലീറ്റിംഗ് എളുപ്പമായതുകൊണ്ട് ചെയ്തിട്ട് നമുക്ക് എക്സ് 20 മൈനസ് എക്സും കിട്ടിയിട്ടുണ്ട്. നമ്പർ ഓഫ് ഡേയ്സ് ഒന്നും ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ നമ്മൾ പോസിറ്റീവ് മാത്രം എടുത്തു. രാമുവിന് 20 ഡേയ്സ്, രാജുവിന് 20 + 10 30 ഡേയ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തു നോക്കാം. ഈ ക്വസ്റ്റ്യനൊക്കെ വന്നാൽ നമുക്ക് 5 മാർക്കിലായിരിക്കും വരിക. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ 5 മാർക്കിന് ചെയ്യാം. ഒരു എയറോപ്ലെയിന് ഒരു സ്ഥലത്ത് നിന്ന് ഒരു 3000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് ഒരാൾ പറയാണ്, ആ എയറോപ്ലെയിന് സ്പീഡ് ഒരു 100 km/h കൂടെ ഇൻക്രീസ് ചെയ്തിരുന്നുവെങ്കിൽ 100 km/h കൂടെ ആ എയറോപ്ലെയിൻ കൂട്ടിയിരുന്നെങ്കിൽ, സ്പീഡ് കൂട്ടിയിരുന്നെങ്കിൽ എയറോപ്ലെയിന് 1 മണിക്കൂർ നേരത്തെ എത്തുമായിരുന്നു. എന്നിട്ട് എ ക്വസ്റ്റ്യൻ ആണ്, സ്പീഡ് ഓഫ് ദി എയറോപ്ലെയിൻ എക്സ് ആയിട്ട് എടുക്കുക. ബി ക്വസ്റ്റ്യന് അതിനനുസരിച്ച് ഈ കാര്യങ്ങൾ റിഗാർഡിംഗ് ദീസ് ഫാക്ടേഴ്സ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കുക, രണ്ടാം കൃതി സമവാക്യം ഉണ്ടാക്കുക. സി ക്വസ്റ്റ്യൻ എയറോപ്ലെയിൻ്റെ ഒറിജിനൽ സ്പീഡ് കണ്ടുപിടിക്കുക. An aeroplane is traveling from a place to another place which are 3000 kilometers apart. If the speed is increased by 100 km/h, it will reach 1 hour earlier. Okay, let the speed as x. Write form a second degree equation. Then last C question, find the actual speed of the aircraft, or the aeroplane. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എയറോപ്ലെയിൻ്റെ സ്പീഡ് എക്സ് എന്ന് പറഞ്ഞു, ആക്ച്വൽ സ്പീഡ് എക്സ് ആക്കിയിട്ട് എടുക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് എടുക്കാം, ആക്ച്വൽ സ്പീഡ് എക്സ് ആയിട്ട് എടുക്കാം. എക്സ് km/h എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സ്പീഡ് ഇൻക്രീസ്ഡ് ആണെങ്കിൽ, ഇൻക്രീസ്ഡ് ആയാൽ, കുറച്ച് സ്പീഡ് കൂട്ടിയാൽ എങ്ങനെയുണ്ടാവും? സ്പീഡ് കൂട്ടുന്ന കാര്യം പറഞ്ഞല്ലോ, 100 കൂട്ടിയാൽ എന്നല്ല പറഞ്ഞത്. അപ്പോൾ നമുക്ക് സ്പീഡ്, അതിനൊരു ന്യൂ സ്പീഡ് എന്നൊരു പേര് കൊടുക്കുക. അല്ലെങ്കിൽ സ്പീഡ് ഇട്ട് കണ്ടൊരു ഡാഷോ സ്റ്റാർ എന്താ ഇട്ടാൽ മതി, ഇങ്ങനെ ചെയ്താലും മതി. അതായത് നമ്മൾ കൂട്ടിന്ന് സങ്കല്പിക്കുക. അപ്പൊ എത്രയായിരിക്കും സ്പീഡ്? 100 കൂട്ടുന്ന കാര്യമല്ലേ പറഞ്ഞത്, x + 100 km/h. ഇതിൽ ചില കാര്യങ്ങൾ കൂടെ അറിയണം. ഈ സ്പീഡിൽ പോയാൽ എത്ര സമയം കൊണ്ട് അങ്ങോട്ട് എത്തും എന്നറിയണം. അപ്പൊ ആക്ച്വൽ ടൈം എന്ന് ഞാൻ എടുക്കാം, യഥാർത്ഥ ടൈം ഓഫ് ട്രാവലിംഗ് ആണ്. ടൈം ഓഫ് ട്രാവലിംഗ് ഒറിജിനലായിട്ട് എടുക്കുന്ന സമയം മലയാളത്തിൽ അങ്ങനെ എഴുതിയാൽ മതി, ഗ്രാമറിലൊന്നും ഇവിടെ ഇപ്പൊ കാര്യമില്ല. ടൈമും സ്പീഡും ദൂരവും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താ? അതിന് നമുക്ക് ബൈക്കിലൊക്കെ ഉള്ള സ്പീഡിന്റെ യൂണിറ്റ് മാത്രം കണ്ടാൽ മതി അല്ലേ. സ്പീഡിന്റെ യൂണിറ്റ് എന്താ? സ്പീഡിന്റെ യൂണിറ്റ് സാധാരണ എന്താണ്? km/h. അതിന് തന്നെ മനസ്സിലായില്ലേ സ്പീഡ് എന്താണ്? സ്പീഡ് ഈക്വൽ ടു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ? ഡിസ്റ്റൻസ്. ഹവർ എന്താണ്? ടൈം. ന്യൂട്ടോണിയം മെക്കാനിക്സിന്റെ ഒരുവിധം കണ്ടന്റുകളൊക്കെ അല്ലെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ ഇങ്ങനെ യൂണിറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും മിക്കവാറും ഒക്കെ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ടൈമിനെ പറയാലോ. ടൈം ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ദൂരം ബൈ വേഗത എന്നാണ് കേട്ടോ. സമയം ദൂരം ബൈ വേഗത. അപ്പോൾ ആക്ച്വൽ ടൈം, യഥാർത്ഥത്തിൽ ടൈം, ഡിസ്റ്റൻസ് എത്ര? 3000 എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പീഡ് എന്താ? യഥാർത്ഥ സ്പീഡ് എക്സ്. ഇനി സ്പീഡ് ഇൻക്രീസ് ചെയ്താൽ ന്യൂ ടൈം ഞാൻ കൊടുക്കുകയാണ്. അതിലെ ഗ്രാമർ നിങ്ങൾ നോക്കണ്ട. ന്യൂ ടൈം ഞാൻ സിമ്പിളാക്കിയിട്ട് എഴുതാൻ വേണ്ടിയാണ്. ഇതെങ്ങനെ എഴുതേണ്ടത്? ടൈം റിക്വയർഡ് ഫോർ ദി എയർക്രാഫ്റ്റ് ടു റീച്ച് ദാറ്റ് ഡെസ്റ്റിനേഷൻ വിത്ത് ഇൻക്രീസ് ദി സ്പീഡ് എന്നൊക്കെയാണ് എഴുതേണ്ടത്. അങ്ങനെ എഴുതി കൊടുക്കണ്ട. ന്യൂ ടൈം ഞാൻ എഴുതിയിട്ടുണ്ട്. ന്യൂ ടൈം, ഡിസ്റ്റൻസ്, ന്യൂ ഡിസ്റ്റൻസ് അങ്ങനെ ഉണ്ടോ? ഡിസ്റ്റൻസ് എന്തായാലും ഒന്ന് തന്നെ. സ്പീഡ് കൂട്ടി കുറച്ചതുകൊണ്ടൊന്നും ഡിസ്റ്റൻസ് മാറില്ല, ടൈം മാറും. ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ന്യൂ ടൈം, ന്യൂ ഡിസ്റ്റൻസ് പറഞ്ഞു, അതായത് ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്. ന്യൂ സ്പീഡ് കൊടുക്കണം അല്ലേ, x + 100. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഈ എയർക്രാഫ്റ്റ് 100 സ്പീഡ് 100 കൂട്ടിയാൽ, 100 കൂട്ടിയാൽ 1 മണിക്കൂർ നേരത്തെ എത്തും. അതായത് നോർമലി ഇയാൾ ഇങ്ങനെയാണ് സമയം. അത് 10 ആണെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ടുള്ള സമയം ഇതാണ്. ഇത് എത്ര ആയിരിക്കും? 11 ആണോ? അല്ല, 9 ആണ്. ഇത് 10 ആണെങ്കിൽ 9. 1 മണിക്കൂർ നേരത്തെ എത്തുന്നല്ലോ പറഞ്ഞ്. അപ്പൊ എടുക്കുന്ന ടൈം 1 മണിക്കൂർ കുറയില്ലേ?
അപ്പൊ ഇത് 10 ആണെങ്കിൽ ഇത് 9, ഇത് 6 ആണെങ്കിൽ ഇത് എത്രയാണ്? ഇത് 5, ഇത് 8 ആണെങ്കിൽ ഇത് 7 അല്ലേ? ഇത് ഇയാളെ 1 കുറവാണ്. അപ്പൊ ഇതിൽ നിന്ന് ഇയാളെ കുറച്ചാൽ 1 ഉണ്ടാവും, 1 കിട്ടും അല്ലെ? അങ്ങനെ പറയാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, 3000/x നിന്ന് 3000/x + 100 കുറച്ചാൽ 1 ആണ്. ഈ 1 എവിടുന്ന? 1 hour earlier, 1 മണിക്കൂർ നേരത്തെ എത്തുന്നു പറഞ്ഞു. അപ്പൊ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ചിന്തിക്കരുത് ഇതാണ് വലിയ നമ്പർ എന്ന്. ഇതിലേതാ വലുത്? ഇയാളാണോ ഇയാളാണോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇവനാണ് വലുത് അല്ലെ? ഡിനോമിനേറ്ററിൽ നമ്പർ കൂടിയ ചെറുതാവും. അതൊന്ന് ശ്രദ്ധിക്കേണ്ട. നമുക്ക് എന്തായാലും ഈ ടൈം 10 ആണെങ്കിൽ 9 എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും 10 9 കുറച്ച് 1 ആവണ്ടേ? എക്സാമ്പിൾ ആണ്, ഉദാഹരണമാണ്. എത്രയും നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് എക്സ് ആണ്. എക്സ് കിട്ടിയാൽ ടൈമും കിട്ടും. ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ചോദ്യത്തിൽ ടൈം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സ് കിട്ടിയാൽ സ്പീഡ് കിട്ടി, ആക്ച്വൽ ടൈമൊക്കെ കിട്ടും. അപ്പൊ ഇത് ഇനി സോൾവ് ചെയ്യാം. അപ്പൊ ഞാനിത് സോൾവ് ചെയ്യാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. 3000 × x + 100 - 3000 x / x × x + 100 = 1. ഓക്കെ, ആക്ച്വൽ സ്പീഡാണ് കാണേണ്ടത്, എക്സ് ആണ് കാണേണ്ടത്. ഓർമ്മയിലുണ്ട്. ഞാനത് മായിച്ചിട്ട് സമയം കളയാതെ ഒന്ന് എഴുതി വെക്കുകയാണ്. ഞാനത് സോൾവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കി സ്റ്റെപ്സ് എഴുതിയിട്ട് സ്ക്വയർ കംപ്ലീറ്റിംഗ് ആണ്, വർഗത്തികമാണ് ചെയ്തത്. ഇവിടെ കണ്ടില്ല, 3 ലക്ഷം വന്നിട്ടുണ്ട്. 3,02,500 2,500 ആഡ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും x + 550 raised to 2 x + 50 whole square 3,02,500 റൂട്ട് 550 ആണ്. ഓക്കെ, അത് നമ്മൾ ഏകദേശം ഗസ് ചെയ്താൽ തന്നെ കിട്ടുന്നതാണ്. അതും കൂടെ ലാസ്റ്റ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ എക്സ് 500 ഉണ്ട്, എക്സ് -600 ഉണ്ട്. സ്പീഡ് നെഗറ്റീവ് ആവില്ല, വെലോസിറ്റി ആവുമായിരിക്കും, സ്പീഡ് നെഗറ്റീവ് ആവില്ല. അതുകൊണ്ട് നമുക്ക് ആക്ച്വൽ സ്പീഡ് കിട്ടി. ആക്ച്വൽ സ്പീഡ് ഓഫ് ദി എയർക്രാഫ്റ്റ്, വിമാനത്തിന്റെ യഥാർത്ഥ വേഗത 500 km/h. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് വലിയ സംഖ്യകളുടെ റൂട്ട് കാണാൻ വേണ്ടിയുള്ളൊരു സംഭവം കൂടെ പറഞ്ഞിട്ട് നിർത്താം. വലിയ സംഖ്യകളുടെ റൂട്ട് കാണാൻ ചില ഒബ്സർവേഷൻസ് നമുക്ക് വേണം. 1 സ്ക്വയർ 2 സ്ക്വയർ അങ്ങനെ നമ്മൾ 25 സ്ക്വയർ വരെ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. അവിടെ ചില കാര്യങ്ങളുണ്ട് നോക്കുക. 1ഉം 9ഉം സ്ക്വയറുകളൊക്കെ 1ൽ എൻഡ് ചെയ്യുന്നുണ്ട്. 2ഉം 8ഉം 4ലാണ്. 3ഉം 7ഉം 9ലാണ് എൻഡ് ചെയ്യുന്നത്. 4ഉം 6ഉം 6ലാണ്. 5 5ലാണ്. 3 സ്ക്വയർ 9 ആകുമ്പോൾ ഉണ്ടോ? 13 സ്ക്വയർ 169. 23 സ്ക്വയർ 529. അപ്പൊ 3ൽ എൻഡ് ചെയ്യണ ഏതൊരു നമ്പറിന്റെ സ്ക്വയറും 9ൽ എൻഡ് ചെയ്യും. അപ്പൊ പിന്നെ ഏത് നമ്പറുകളും ഇനി 1 4 9 6 5ലെല്ലാം എൻഡ് ചെയ്യുള്ളൂ. നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. 0 എന്ന നമ്പറുണ്ട്. അയാളുടെ 0യുടെ റൂട്ട്, ഒരു 0 ഉൾക്കൊള്ളുന്ന ഒരു സംഖ്യ റൂട്ട് 100 എന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ട് എന്തായാലും 0 തന്നെ ഉള്ളൊരു നമ്പർ ആയിരിക്കും. റൂട്ട് ഉണ്ടെങ്കിൽ കേട്ടോ, പെർഫെക്റ്റ് റൂട്ട് ഉണ്ടെങ്കിൽ. റൂട്ട് 80 ഇല്ല, അപ്പൊ അത് അങ്ങനെയല്ല. 1 ഉദാഹരണത്തിന് നിങ്ങൾക്ക് റൂട്ട് 441 എത്രയാണ് നമുക്ക് അറിയാം, 21 ആണ്. നമുക്ക് അത് അറിയാൻ വലിയൊരു നമ്പറാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഇതിന്റെ റൂട്ട് ഒന്നെങ്കിൽ 1ൽ എൻഡ് ചെയ്യുന്ന നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ 9ൽ എൻഡ് ചെയ്യുന്ന നമ്പർ ആയിരിക്കും. ഓക്കെ, ഉദാഹരണത്തിന് റൂട്ട് 141 ആണെങ്കിലോ അത് 1ലാണോ? അല്ല, 9 29 ആണ്, അറിയാലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, 1ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ റൂട്ട് 9 1 ആയിരിക്കും. അതാണ് ഞാൻ ഇവിടെ എഴുതിച്ചത്. 1ന് 1 9 ആയിരിക്കും, 9ന് 3 7 ആയിരിക്കും, 9ന് 3 അല്ലെങ്കിൽ 9ന് 7 അല്ലെ, 6ന് 4 6 ആയിരിക്കും, 25ന് 5 ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞത് 5ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ സ്ക്വയർ ഒക്കെ നിർബന്ധമായിട്ടും 25 ഉണ്ടാവുന്നതാണ്. വെറും 5 അല്ല, 25 ഉണ്ടാവും. ബാക്കി എല്ലാത്തിനും ഒറ്റ നമ്പർ നമ്മൾ പറഞ്ഞത്. 3ൽ എൻഡ് ചെയ്യുന്ന നമ്പറിനൊക്കെ 9ൽ എൻഡ് ചെയ്യും സ്ക്വയറുകളെ. 5ൽ എൻഡ് ചെയ്യുന്ന നമ്പറൊക്കെ 25ൽ തന്നെ എൻഡ് ചെയ്യും. 5ൽ തന്നെ എന്ന് പറയാം, പക്ഷെ ഒന്നും കൂടെ സൗകര്യത്തിൽ 25ൽ തന്നെ പറയാം. 5ന്റെ മാത്രം പ്രത്യേകത. 15ന്റെ സ്ക്വയർ എത്ര? 225. 25ൽ എത്ര? 625. 35ൽ എത്ര? 1225. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നമ്മളെ മനസ്സിലുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ പെട്ടെന്ന് നമ്മൾ ഇത്ര ആയിരിക്കും റൂട്ട് എന്നൊരു ഗസ് ചെയ്യാൻ പറ്റുക. അതോടൊപ്പം ഒരു കാര്യം അറിയണം, 4 സ്ക്വയർ 16 ആണ്.
അപ്പോൾ 40 സ്ക്വയർ എത്രയാണ്? 4ന്റെ 16ഉം ഒരു പൂജ്യത്തിന് 2 പൂജ്യം ഇട്ടാൽ മതി. 4ന്റെ സ്ക്വയർ 16, 2 പൂജ്യത്തിന് 4 പൂജ്യം ഇട്ടാൽ 400ന്റെ സ്ക്വയർ കിട്ടി. വേറൊരു ട്രിക്കും കൂടെ ഉണ്ട്. 5ൽ എൻഡ് ചെയ്യുന്ന എല്ലാ നമ്പറിനെയും സ്ക്വയർ കാണാൻ ഈ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. 5ന്റെ സ്ക്വയർ 25 എഴുതി കൊടുക്കുക. 3 ഇൻറ്റു 3യുടെ നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 4 12 ഇട്ടാൽ മതി. 1225. അപ്പോൾ 75ഓ? 5ന് 25. 7 ഇൻറ്റു 8 56. 5ന് 25. 10 ഇൻറ്റു 11 110. ഇത്രയും കാര്യം അറിയാൻ വലിയ പണിയൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളാണ്. ഇനി റൂട്ട് ഓഫ് ബിഗ് നമ്പേഴ്സ് ഉള്ളതാണെങ്കിൽ കാണാൻ നമുക്ക് സെക്കൻഡ് ഡിഗ്രിയിൽ റൂട്ടിനകത്ത് വി സ്ക്വയർ മൈനസ് 4ac അവിടെ ചിലപ്പോൾ വലിയ നമ്പറൊക്കെ വരും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഗസ് ചെയ്ത് കണ്ടുപിടിക്കാൻ ഒരു 2 എക്സാമ്പിൾ മാത്രം ചെയ്തിട്ട് നമ്മൾ ക്ലോസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ റൂട്ട് ഓഫ് 2401 എന്ന് വന്നു. അപ്പൊ നിങ്ങളെ മനസ്സിൽ വരൽ എന്താണ്? നിങ്ങൾക്കറിയാം 50യുടെ സ്ക്വയർ 2500 5 സ്ക്വയർ 25ലേറെ നിങ്ങൾക്ക് പരിചയം വേണം. 50 സ്ക്വയർ 2500, 60 സ്ക്വയർ 3600, 70 സ്ക്വയർ 4900. അത് നല്ല ഓർമ്മ ഉണ്ടാവണം. 49 20 മതിയല്ലോ. നോക്ക്, ഇതിന്റെ ജസ്റ്റ് ബിലോ ആണ്. 50ന്റെ താഴത്തുള്ള 41ഓ 49ഓ ആണ് ഇയാളുടെ റൂട്ട് ഉണ്ടെങ്കിൽ എന്നുള്ളത് പിന്നെ നമുക്ക് ക്ലിയർ ചെയ്യാം. റൂട്ട് ഉണ്ടെങ്കിൽ 41ഓ 49ഓ ഒക്കെ ആയിരിക്കും. അപ്പൊ ഇനി അതിനെങ്ങനെ 40ന്റെ താഴത്ത് എന്തായാലും അല്ല, 1600ന് മുകളിലാണല്ലോ എന്നുള്ളത് അല്ലെ. അപ്പൊ 49 ആണോ 41 ആണോ എന്ന് വേർതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ 45ന്റെ സ്ക്വയർ പെട്ടെന്ന് എഴുതല്ലേ. 5ന്റെ സ്ക്വയർ 25. 4 ഇൻറ്റു നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ 5. ഈ 5 അല്ല കേട്ടോ. 4 ഇൻറ്റു നെക്സ്റ്റ് നമ്പർ 5. 4 5 20. കണ്ടില്ലേ? 2500ന്റെയും 2025ന്റെയും ഇടയിലാണല്ലോ ഈ നമ്പർ. അപ്പൊ ഇനി ഇയാൾക്ക് റൂട്ട് ഉണ്ടെങ്കിൽ അത് 49 തന്നെയാണ്. ഇത് നിങ്ങൾ വീട്ടിൽ പോയിട്ടൊരു 4-5 പ്രാവശ്യം ചെയ്താൽ പെട്ടെന്ന് നോക്കിയിട്ട് 49 എന്ന് പറയും. ഇനി അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 49 ഇൻറ്റു 49 ചെയ്ത് നോക്കിയാൽ മതിയാവും. അപ്പൊ നിങ്ങൾക്ക് 2401 തന്നെ കിട്ടും. ഓക്കെ, അങ്ങനെ കിട്ടും. അതേസമയം നിങ്ങൾ ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പോയാൽ കുറെ പണിയാണ്. ഓക്കെ, ഇനി വേറൊരു സംഖ്യ നമുക്ക് നോക്കാൻ പറ്റും. നോക്കുക, 9216 തന്നു. അപ്പൊ നമ്മളെ മനസ്സ് ഓടി വന്നപ്പോ ഏതാണ്? 100ന്റെ സ്ക്വയർ ഉണ്ടല്ലോ, 10000. ജസ്റ്റ് ബിലോ 95 നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. 25 9 10 90. ഇതിന്റെ ജസ്റ്റ് ഇതിന്റെ രണ്ടിന്റെ അടിയിലല്ലേ. ഇനി 6 ആവണമെങ്കിൽ 96 തന്നെ ആവണ്ടേ. 96 ഇൻറ്റു 96 വേണമെങ്കിൽ ചെയ്താൽ മതി. ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 9216 തന്നെ കിട്ടും. കിട്ടിയില്ലെങ്കിലോ? അപ്പൊ പിന്നെ ഇതിന് റൂട്ട് ഇല്ല, ഉറപ്പ്. റൂട്ട് ഉണ്ടെങ്കിൽ ഇത് 96 ആണ്. അപ്പൊ നിങ്ങൾക്ക് 96ൽ ഉറപ്പിച്ചിട്ട് പോകാൻ പറ്റും. കിട്ടിയില്ലെങ്കിൽ റൂട്ട് ഇല്ല, അപ്പോ ഒന്നും ചെയ്യണ്ട. റൂട്ട് ഓഫ് 9216 എഴുതിയിട്ട് ഇങ്ങനെ പോയാൽ മതി. ക്വസ്റ്റ്യന്റെ ആൻസർ അതിനായിരിക്കും. റയർ കേസിൽ എങ്ങനെ വരുള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് നമ്പറും 5 സംഖ്യ, മാക്സിമം നമുക്ക് 4 സംഖ്യകളൊക്കെയാണ് വരിക. ഇനി 5 സംഖ്യകളൊക്കെ വന്നാലും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഗസ് ചെയ്തിട്ട് ഏകദേശം ഏരിയ കണ്ടുപിടിച്ചിട്ട് പിന്നെ ലാസ്റ്റ് നമ്പർ നോക്കിയിട്ട് കണ്ടുപിടിക്കാം. ഇതും കൂടെയാണ് സെക്കൻഡ് ഡിഗ്രിയിൽ നിങ്ങൾ അറിയേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓർഡർ ആക്കിയിട്ട് നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. ചെറിയൊരു റിവിഷൻ ആണെങ്കിലും മിക്കവാറും വരാനുള്ളതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.